ഞാൻ നടനാന്നും പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് സംസ്ഥാന അവാർഡ് ജേതാവാണെന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമില്ല. അങ്ങനെ ഏതെങ്കിലും നടന്മാരോ ഇനി സിനിമാ ഫീൽഡിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാരുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നവരാണെങ്കിലും തുടക്കക്കാരാണെങ്കിലും ഇപ്പോൾ ഉള്ള നിലനിൽക്കുന്നവരാണെങ്കിലും ഒരൊറ്റ അഭ്യർത്ഥന നിങ്ങളോടേ ഉള്ളൂ. നമ്മൾ വീട്ടിലോട്ട് വരും അല്ലെങ്കിൽ നമ്മളെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് ആരും ഇരിക്കരുത്. സ്വന്തം മകൻ മരിച്ചെടുക്കുമ്പോൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ട്. ഇന്ന് സിനിമാ നടിയാണ്. സിനിമാ ഫീൽഡ് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ആ സിനിമാ ഫീൽഡിൽ വന്നിട്ടുള്ളവരെല്ലാം നിരന്തരം അതിൻ്റെ പുറകെ പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഒത്തിരി നടന്മാർ വന്നിട്ടുള്ളത്. നമസ്കാരം. മുഖങ്ങളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖങ്ങളുടെ വിവിധ എപ്പിസോഡുകളിൽ നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. വിവിധ പ്രതിഭകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. വിവിധ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെയാണ് നമ്മൾ കൂടുതലും മുഖങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. ഏകദേശം 4 പതിറ്റാണ്ടോളം മലയാള നാടകവേദിയുടെ ശ്രദ്ധേയമായിട്ടുള്ള അരങ്ങ് തകർത്ത് വാണ ഒരു കലാകാരനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഒരുപക്ഷെ യുഗപുരുഷൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം നമുക്ക് പകർന്നു വന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ശബ്ദം പകർന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അതുപോലെ ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ മികച്ച ഒട്ടനവധി സിനിമകളിൽ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ ശശാങ്കനാണ് ഇന്ന് നമ്മളുടെ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. സന്തോഷം. തൃശ്ശൂർ ശശാങ്കനെ ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? ശശാങ്കൻ ചേട്ടനും ഞാനും തമ്മിലൊരു 20-25 വർഷത്തെ പരിചയമാണ് നമുക്കുള്ളത്. പക്ഷെ അന്ന് മുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു അഭിനേതാവാണ്. കാരണം ഇപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കും. ഒരു വേഷം ചെയ്യുന്ന സമയത്ത് ഈ കൂടുവിട്ട് പകർന്നാട്ടം നടത്തുക എന്ന് പറഞ്ഞില്ല, കൂടുവിട്ട് കൂടുമാറുക എന്നൊക്കെ പറയുന്ന പോലെ പകർന്നാടുന്ന ഒരു കലാകാരനെ കണ്ടിട്ടുള്ളത് വരെ ശരിക്കും നമ്മൾ ഒന്നിച്ചൊരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓച്ചിറ മഹർഷിയുടെ കൗടില്യം എന്ന് പറഞ്ഞ നാടകത്തിൽ എന്നാ കഥാപാത്രമാണ് അത്. നമ്മളുടെ ചെറുന്നൂർ ജയപ്രകാശ് രചന നടത്തി, ജി ജയകുമാർ അല്ലേ? വെൺകുളം ജയകുമാർ രചിച്ച് ജി ജയകുമാർ സംവിധാനം ചെയ്ത നാടകരംഗത്ത് ശരിക്കും പറഞ്ഞ ഒരു വലിയ ചേഞ്ച് ആയിരുന്നു ആ നാടകം അല്ലേ? ഓച്ചിറ മഹർഷി ഒരു നാടക സംഘം 1 വർഷം 2 വർഷം നിന്നുള്ളൂ. അതിന്റെ പിന്നെ നാടക സമിതിയുടെ പേരിന് തന്നെ വ്യത്യാസമുണ്ട്. അതെ, മഹർഷി ഒരു നാടക സംഘം, അങ്ങനെ ഒരു പേര്. അന്നൊക്കെ നമ്മൾ കേട്ടു വന്നിട്ടുള്ളത് ഒറ്റ പേരിലൊക്കെ, ഒരു പേരിലൊക്കെ അതെ, അങ്ങനെ ഉപാസന അങ്ങനെയൊക്കെയുള്ള പേരുകളാണ് അന്ന് വന്നത്. അപ്പൊ അതിലൊരു വ്യത്യസ്തമായ പേരാണ് മഹർഷി ഒരു നാടകം. അതിൽ ശരിക്കും പറഞ്ഞാല് വാഴക്കുളം ജോർജ്, പിന്നെ കാവനാട് ചന്ദ്രൻ ചേട്ടൻ, അദ്ദേഹം ഇപ്പോൾ ഇല്ല, അവരെല്ലാം പോയി. നല്ലൊരു ടീമായിരുന്നു, നല്ല ടീം വർക്കായിരുന്നു, നല്ല ഒരുപാട് പ്ലേ ചെയ്തതാണത് നാടകം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഏറെ സ്വാധീനിച്ചത് എൻ്റെ ചെറുപ്പമാണെന്ന്. അതെ. അപ്പം ആ കാലഘട്ടത്തിൽ നാടകം ശരിക്കും ഓടുകയും ചെയ്തു. ഒത്തിരി പ്രോഗ്രാം ഉണ്ടായിരുന്നു നാടകം. അതെ, ശരിക്കും ശശാങ്കൻ ചേട്ടന് 2010 ഏത് 2016 ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടി. അതേതായിരുന്നു? തിരുവനന്തപുരം ആരാധനയുടെ അതൊരു കഥയാണെന്നുള്ള നാടകം. മറ്റേ ശ്രീമാൻ മുഹാദ് രചന, സുരേഷ് ദിവാകരൻ സംവിധാനം ചെയ്ത. അതിലേതെങ്കിലും ആ സംസ്ഥാന അവാർഡ് പരിഗണിച്ച ആ കഥാപാത്രം പറയുന്ന ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ? ഒരു രക്ഷയില്ല. അങ്ങനെ ചോദിച്ച ഒരു രക്ഷയില്ല. കാരണം ഒന്നും അങ്ങനെ ഓർമ്മയിൽ നമ്മൾ നിൽക്കില്ല. അത് ആ വർഷം കഴിഞ്ഞു, അതങ്ങനെ പോയി. പിന്നെ അതിനുശേഷം വരുന്ന പല പല നാടകങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നാടകം അതിൻ്റെ ഡയലോഗൊക്കെ ആണോ ഓർമ്മ ഉണ്ടാവുക, അല്ലാതെ മറ്റൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. ശരിക്കും ഒരു നാടക നടൻ എന്ന് പറയുന്നത് ഒരു ഡയലോഗ് എനിക്ക് പണ്ടത്തെ ഡയലോഗ്, ആദ്യത്തെ ഒരു സംവിധായകനാണ് കഴിമ്പ്രം തിയേറ്റേഴ്സിലെ കഴിമ്പ്രം വിജയേട്ടൻ. അതാണ് എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഞാൻ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊരു പുരാണ നാടകത്തിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് ഇപ്പോഴും മറക്കാതെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അത് പറയുമ്പോൾ ഏകദേശം ഒരു 38-39 വർഷം മുമ്പത്തെ ഡയലോഗാണ്. പക്ഷെ അത് ഇതുവരെ അത് പോയിട്ടില്ലെന്നുള്ളതാണ്. അത് പറയാന്ന് വെച്ചാൽ അതൊരു രാജകീയമായിട്ടുള്ള പറയുന്ന സാധനമാണ്, രാജാപ്പാട്ടാണ്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ പറയാം, പക്ഷെ ഇച്ചിരി ഓവറാവും കേട്ടോ. അത് നോക്കല്ലേ, അതൊരു തമ്പുരാനോട് ഒരു അടിമ പറയുന്നതാണ്. തമ്പുരാൻ, ഒന്നോർക്കുക, കാലങ്ങളായി കേട്ടുറങ്ങാറുള്ള സ്തുതിഗീതങ്ങളുടെ മട്ടും താളവും മാറിയപ്പോൾ കൊട്ടാരത്തിൽ ഉണ്ടുറങ്ങിയിരുന്ന പൊന്നു തമ്പുരാട്ടിമാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. അല്ലേ തമ്പുരാൻ? ഒരു നാൾ വരും
തിരിച്ചു വരും കാലം നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ എന്നൊരു ഡയലോഗ്. എത്ര വർഷമായ dialogue അല്ലേ? 39 വർഷത്തിന് മുമ്പ് ചില സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ആഘോഷിക്കും. അത് മാറൂല, അതിങ്ങനെ കിടക്കും. അതിങ്ങനെ പക്ഷെ അതിനുശേഷം വന്ന് എത്രയോ നാടകങ്ങൾ കളിച്ചു, എത്രയോ സ്റ്റേജുകൾ പോയി. പക്ഷെ അതൊന്നും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇപ്പം മകളടക്കം സിനിമയിലും സീരിയലൊക്കെ അഭിനയിക്കുന്നത് ഉണ്ട് കുറച്ച്. തൃശ്ശൂർ ശശാങ്കൻ എന്ന് പറഞ്ഞ മികച്ച ഒരു കലാകാരൻ നടൻ എന്തുകൊണ്ടാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നത്? അല്ല, നമ്മൾ ഈ പറഞ്ഞ മാതിരി അത് ഞാൻ മാത്രമല്ല, ഒരുവിധം നാടകത്തിൽ അഭിനയിക്കുന്ന ഒട്ടുമിക്ക നടന്മാർക്കും സംസ്ഥാന അവാർഡ് ജേതാക്കന്മാരായിട്ടുള്ള ഒരുപാട് നടന്മാർ എൻ്റെ മുൻകാലങ്ങളിലുള്ള ആൾക്കാരുണ്ട്. ഇവരൊന്നും ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അവസ്ഥ ഇതാണ്. പ്രത്യേകിച്ച് നാടക ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളുടെ ഉള്ളിൽ മറ്റുള്ള ഫീൽഡിലേക്ക് അങ്ങനെ എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് എൻ്റെ. പിന്നെ കൂടുതൽ ഇപ്പോൾ ഈ സിനിമാ ഫീൽഡ് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ആ സിനിമാ ഫീൽഡിൽ വന്നിട്ടുള്ളവരെല്ലാം നിരന്തരം അതിൻ്റെ പുറകെ പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഒത്തിരി നടന്മാർ വന്നിട്ടുള്ളത്. ഇപ്പം ന്യൂജനിൽ ഇപ്പോൾ വലിയ വലിയ മഹാനടന്മാരുടെ മക്കളൊക്കെ വന്ന പോലെ അതല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വന്നിട്ടുള്ളവർ ഒരുപാട് കഷ്ടപ്പാടുകൾ ചെയ്യും. പക്ഷെ അങ്ങനെ അതിൻ്റെ പുറകെ നിരന്തരം പോകാൻ ഒരു നാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല, പറ്റത്തില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. വേറെ കാര്യം ചോദിച്ചില്ല, ഇപ്പം നാടകം 40 വർഷമായി. 40 വർഷമായി കഴിമ്പ്രം തിയേറ്റേഴ്സിൽ ജീവിക്കുന്ന സമയത്ത് എത്രയായിരുന്നു? 23 വയസ്സ്. 23 വയസ്സ്. ആദ്യം കിട്ടിയത് 60 രൂപ. ഇപ്പൊ നമ്മൾ മേടിക്കുന്നത് എത്രയാണ്? ഇപ്പൊ 3000-3500 രൂപയാണ് ഒരു ദിവസം. അപ്പൊ നാടക നടന് അത്യാവശ്യം ജീവിക്കാനുള്ള കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ഈ വാല്യൂ വ്യത്യാസമുണ്ട് കേട്ടോ, മൂല്യത്തിന് വ്യത്യാസമുണ്ട്. അന്നത്തെ 60 രൂപയും വ്യത്യാസമുണ്ട് എന്ന് പറയാം. എങ്കിലും അന്ന് കുറവായിരുന്നു, തുടക്കക്കാരനല്ലേ. തുടക്കക്കാരൻ അന്ന് മറ്റുള്ള ഫേമസ് നടന്മാർക്ക് 150-120 ഒക്കെ ഉള്ളപ്പോഴാണ് ഞാൻ 60 രൂപ മേടിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാടകത്തിനും തീപ്പെട്ടിക്കുമാണ് ഇന്നും വില വർദ്ധിക്കാതെ. നാടകക്കാരനും കാരണം ഒരു 4-5 സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത ഒരു മിമിക്രി ആർട്ടിസ്റ്റ്, അയാളൊരു 4 പേരും ഒരു വെള്ളക്കത്തനം കൊണ്ടുവന്നിട്ട് മേടിക്കുന്ന ലക്ഷങ്ങളാണ് അല്ലേ? അവർ രക്ഷപ്പെടും, പെട്ടെന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഒരു 10-20 ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യന്മാരെല്ലാം കൂടെ ശ്രമിച്ച് ഒരു വർഷം നാടകത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന ജീവിതമാണ്. പിന്നെ ആ നാടക കലാകാരന്മാർക്ക് ഇപ്പോഴും ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു പരിഗണന അതന്നെ അത് കൊടുക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഇപ്പം ഞാൻ പറഞ്ഞു, സംസ്ഥാന അവാർഡ് മേടിച്ചിട്ട് നമ്മൾ അന്ന് ആ ഒരു 2-3 ദിവസം അതിനെക്കുറിച്ച് പറഞ്ഞു എന്നല്ലാതെ അത് കഴിഞ്ഞപ്പോൾ പോയി. പിന്നെ ഉണ്ടായിരുന്നു, മാതൃഭൂമിയിൽ വലിയ ഒരു ആർട്ടിക്കിൾ, ഒരു ഫുൾ പേജ് ഉണ്ടായിരുന്നു. ഞാനും അന്ന് ജൂലി ആയിരുന്നു നടി, നല്ല നടി. അപ്പം ഞങ്ങളെ രണ്ടുപേരും വെച്ച് നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ മുമ്പിൽ തന്നെ വെച്ച് സ്റ്റിൽസും എല്ലാം ആയിട്ട് നല്ലൊരു ആക്ടിവ് വന്നായിരുന്നു, അന്ന് വന്നായിരുന്നു. അതുവരെ വരാത്തൊരു വരവാണ് അന്ന് വന്നത്. അതിൽ എനിക്ക് സർക്കാരിലൂടെ ഒരു ഇതുണ്ട്. കാരണം സംസ്ഥാന സംഗീത അക്കാദമി ആണെങ്കിലും സംസ്ഥാന ചലച്ചിത്ര മേഖലയിലെ അക്കാദമി ആണെങ്കിലും ചലച്ചിത്ര അക്കാദമി അവാർഡ് പ്രഖ്യാപിക്കും, മമ്മൂട്ടിക്ക് മോഹൻലാലിന് അവാർഡ്, അത് ലക്ഷങ്ങളാണ് തുക. നാടക കലാകാരന് 15,000 രൂപ മാക്സിമം. അതായത് പാവപ്പെട്ടവന് ചെറിയ തുകയും ഉള്ളവർക്ക് വലിയ വലിയ തുക. നേരെ മറിച്ച് ശരിക്കും തിരിച്ചാണ് വരേണ്ടത്. കാരണം ഒരു സംസ്ഥാന അവാർഡ് ജേതാവിന് അത്യാവശ്യം മകൾക്ക് പഠിക്കാനുള്ള ഒരു തുകയെങ്കിലും മാറ്റി വയ്ക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറച്ചില്ലേ. അതായത് സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു ആർട്ടിസ്റ്റിന് പണ്ട് നേരത്തെ ഉണ്ടായിരുന്നത് അയാൾക്ക് ബസ് ടിക്കറ്റ്, ഫ്രീ ടിക്കറ്റ്, അങ്ങനെയൊക്കെ ഫ്രീ, അങ്ങനെ സംഭവങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അയാളൊരു VIP ലിസ്റ്റിൽ പെടുത്തുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതിൻ്റെ ആനുകൂല്യം ഉണ്ടായിരുന്നു, അതൊന്നും ഇല്ല ഇപ്പോൾ. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, അതിനിടയ്ക്ക് പറയാന്ന് വെച്ചാൽ ഈ അവാർഡിന് പ്രഖ്യാപിക്കുന്ന തുക ഇന്നും വളരെ ചെറിയ തുക. 2014 എനിക്ക് ഇത് കിട്ടുമ്പോൾ കിട്ടിയത് 25,000 രൂപയാണ്. ആ തുക തന്നെയാണ് ഇപ്പോൾ ഈ 2023 തുകയും അത് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പം മനസ്സിലായില്ലേ? 5, 18, 20, 25 വർഷം കഴിഞ്ഞിട്ടും തുകയ്ക്കൊരു മാറ്റം വ്യത്യാസമില്ല. അല്ല, അതൊരു ഒരു വേറൊരുത്യമാണ്. കാരണം സംസ്ഥാന ടെലിവിഷൻ അല്ലെങ്കിൽ സിനിമാ രംഗത്തെ അവാർഡ് പോലെ തന്നെ പരിഗണിക്കേണ്ടതാണ് സ്റ്റേജ് നടന്മാരുടെ. തീർച്ചയായിട്ടും അവർക്ക് എത്രയാണോ ലക്ഷങ്ങളാണ് മമ്മൂട്ടിക്ക് മോഹൻലാലിന് കൊടുക്കുന്നെങ്കിൽ ഇവിടെ വരുന്ന കലാപ്രതിഭകൾക്കും അതേ വാല്യൂ നമ്മൾ സംസ്ഥാനം തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. കാരണം സ്വസിദ്ധമായ കഴിവ് വെച്ചിട്ട് റീടേക്ക് ഇല്ലാതെ പോകുന്നൊരു സംഭവമാണ്. അതിനകത്തൊരു ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ തന്നെ KPSC ലളിത ചേച്ചി, അതുപോലെ മുകേഷ് ഏട്ടൻ, ഇവരൊക്കെ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനൊക്കെ ആയിട്ട് വന്നപ്പം നമ്മൾ വിചാരിച്ചു നാടകരംഗത്തു നിന്ന് ഒരാൾ വരിക. അപ്പൊ ആ നാടക കലാകാരന്റെ ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അറിയാം, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ. തീർച്ചയായിട്ടും വിചാരിച്ചു. പക്ഷേ ഒരു ചുക്കും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല.
പഴയതിനേക്കാളും മോശമായി പോയി എനിക്കൊന്ന് എന്നേ പറയാനുള്ളൂ. സൂര്യകൃഷ്ണമൂർത്തി പിന്നെയും സൂര്യകൃഷ്ണമൂർത്തി ഇരുന്ന ഒരു സമയത്താണ് സ്റ്റേജ് കുറെ കൂടെ ആനുകൂല്യങ്ങളുണ്ടാകും, വേദികളൊക്കെ കുറെ കാര്യങ്ങൾ സ്റ്റേജ്, അതുപോലെ ഈ അവാർഡ് തന്നെ സംസ്ഥാന മത്സരം തന്നെ പല വിങ്ങായിട്ട് പല പല ഏരിയയിൽ 10 നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവസാനം സംസ്ഥാന അവാർഡ് മത്സരിക്കുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പം അതൊന്നുമില്ല, ഇപ്പം അതെല്ലാം എടുത്ത്. അപ്പം അന്ന് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ കുറേ നാടകങ്ങൾ കുറച്ച് പേർ കിട്ടുമായിരുന്നു. അതൊക്കെ പോയി അങ്ങനെ ഇപ്പോൾ. പിന്നെ അതുപോലെ ദൂരദർശന്റെ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നല്ലത് തുക. പിന്നെ ഞാൻ തന്നെ 3-4 നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ കുളപ്പള്ളി ലീല ചേച്ചിയൊക്കെ വന്ന് ഒക്കെ അഭിനയിച്ച് ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, കുളപ്പള്ളി ലീല ചേച്ചി, അതുപോലെ തന്നെ സിനിമാ രംഗത്തേക്ക് എത്തിയ ഒരുപാട് അനുഗ്രഹീത കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ചലച്ചിത്ര ലോകത്തുള്ളവർ എന്തുകൊണ്ടാണ് നാടകരംഗത്തെ പരിഗണിക്കാത്തതെന്ന് പറയുമ്പം ഈ നൈരന്തരികമായി തുടർച്ചയായിട്ടുള്ള ഡേറ്റിന്റെ വിഷയം വരുന്നുണ്ട് അല്ലേ. നാടക സീസൺ ആണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നാടകമോ സീരിയല് അങ്ങനെയുള്ള ടീംസ് ഒന്നും വിളിക്കാൻ സാധ്യതയില്ല. കാരണം വിളിച്ചാൽ തന്നെ പോകാനും സാധ്യതയില്ല. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി വർക്കുകളൊക്കെ വരുമ്പോഴത്തേക്കും പരമാവധി ഒഴിയുകയാണ്, 2 കൂട്ടർ ഒഴിയുകയാണ്. പിന്നെ അല്ലേ പിന്നെ അത് മാറി നിന്നിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ പോവാം. പിന്നെ അങ്ങനെ മാറിയെന്നെങ്കിലേ പറ്റും. ഇപ്പോഴത്തെ നാടകം പിന്നെ തൃശ്ശൂർ ശശാങ്കൻ ചേട്ടനിൽ നിന്ന് വഴിവിട്ട് നാടകത്തിനകത്തോട്ട് പോകലല്ല, എങ്കിലും നമ്മൾ ഈ നാടകത്തിന് ഇപ്പോഴും വേദികളുണ്ടോ? നാടകത്തിന് വേദികളുണ്ട്. ഉണ്ട്, അത് ഉണ്ട്. ഉള്ള സ്ഥലങ്ങളിൽ വേദികളുണ്ട്. പക്ഷെ ക്ഷേത്രങ്ങളിലെല്ലാം പണ്ട് 10 നാടകവും 20 നാടകവും കളിച്ചിരുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പം അവിടെ അത് പോയിട്ട് 1 നാടകവും 2 നാടകത്തിലും കൊണ്ടെത്തിച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ വേദികൾ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓഡിയൻസ് നാടകത്തിന് ഇപ്പം നാടക ഉത്സവങ്ങൾക്ക്, നാടകമേളകൾക്ക്, നാടക മത്സരങ്ങൾക്കെല്ലാം ഓഡിയൻസ് ഇഷ്ടം പോലെ ഉണ്ട് നാടകം കാണാൻ. തുടർച്ചയായിട്ട് നാടകങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലിന്റെ പേര് പറയുമോ? തുടർച്ചയായിട്ട് നാടകം സംപ്രേഷണം ചെയ്യുന്ന ചാനലോ? ഇല്ല, അങ്ങനെ ചാനലില്ല. മലനാട് TV എല്ലാ ഞായറാഴ്ചയും ഒരു നാടകം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കാരണം മലയാള നാടകങ്ങൾക്കൊരു ഓഡിയോ TV-യിൽ നമ്മുടെ ചാനലിൽ മലനാട് TV എല്ലാ ഞായറാഴ്ചയും 3 മണിക്കൊരു നാടകം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നമ്മൾ നാടകം വീഡിയോ എടുത്തു തരുന്നവരുണ്ട്, നമ്മൾ പോയി എടുത്തിട്ട് ചെയ്തോളം പറയുന്ന സംഘടനകളുണ്ട്. പലപ്പോഴും ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നാടകങ്ങൾ ചലച്ചിത്ര അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അക്കാദമി ഒരു പർട്ടിക്കുലർ തുക കൊടുത്തിട്ടില്ലേ, റോയൽറ്റി എന്ന് പറയും. ടെലിവിഷനിൽ സിനിമ കാണിക്കുന്നതിന് കോടികളാണ് റോയൽറ്റി. എന്തുകൊണ്ട് ടെലിവിഷനിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ അക്കാദമി ഒരു സിംഗിൾ ക്യാമറകളും വെച്ചിട്ട് ആ നാടക കലാരൂപത്തെ റെക്കോർഡ് ചെയ്ത് ആർക്കൈവ് ചെയ്തുകൂടാ? ശശാങ്കൻ ചേട്ടനൊക്കെ ആദ്യം അഭിനയിച്ച നാടകങ്ങളൊക്കെ ഇനി എനിക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുറെ നാടകങ്ങളൊക്കെ ഈ ഇവര് തന്നെ ചിലർ പ്രൊഡ്യൂസർ യൂട്യൂബിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ ചെയ്തു. പക്ഷേ ഈ എന്തിനാണ് സംഗീത നാടക അക്കാദമി ഇരിക്കുന്നത്? അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്ത നാടക ട്രൂപ്പുകളുടെ ഡേറ്റ അവർ കളക്ട് ചെയ്യണം. എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടല്ലേ? പറ്റുമെങ്കിൽ ആ സംഘടന മുടക്കിയിട്ടുള്ള അത്രയും ലക്ഷവും കൊടുത്തിട്ട് വേണമെങ്കിൽ ആ റോയൽറ്റി മേടിക്കണം. എടുത്തിട്ട് അവര് പിന്നെ മറ്റ് ഈ ഇപ്പം സിനിമയും സീരിയലും ഒക്കെ വിൽക്കുന്ന പോലെ മറ്റു ചാനലുകൾക്കൊക്കെ അവർ കൊടുക്കട്ടെ, നമ്മൾക്കും തരട്ടെ. ഞാൻ നല്ലൊരു അഭിപ്രായമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പൊ നമുക്ക് മുമ്പേ കടന്നുപോയിട്ടുള്ള കാട്ടുകുതിര, രാജൻ ബി ദേവനെ പോലെയൊക്കെ ഉള്ളവരെ അവതരിപ്പിച്ച ആ കഥാപാത്രത്തെ ഒന്ന് പഠിക്കണം. ഒരു നാടക വിദ്യാർത്ഥിക്ക് പഠിക്കണം. തീർച്ചയായിട്ടും. ഒരു എലമെന്റ് ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാടകങ്ങൾ, ആ നാടകങ്ങൾ ഇനിയും കാണണം എന്നുള്ള ആഗ്രഹം പറയുന്ന ആൾക്കാരാണ്. അപ്പൊ അത് സംഗീത നാടക അക്കാദമിയുടെ നിരന്തരമായി മലനാട് കൊടുക്കുന്ന ഒരു നിവേദനമാണ്. അതൊക്കെ പോട്ടെ, നമ്മളിങ്ങനെ നാടക കലാകാരന്മാരുടെ കാര്യത്തിലേക്ക് ഒരു ഞാനും ആ രംഗത്ത് ഉണ്ടായിരുന്ന ആള്, എൻ്റെ അച്ഛനും അമ്മയും കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് രക്തം തിളക്കുന്നതുകൊണ്ടാണ് മാധ്യമപ്രവർത്തനോടാകുമ്പം പറയേണ്ടത് പറയുന്നത്. പക്ഷെ മുകേഷ് ഏട്ടനും KPSC ലളിത ചേച്ചിയൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ കരുതി നാടകരംഗത്തിന് കുറച്ചുകൂടെ കരുതൽ കിട്ടും. അന്ന് മലനാട് TV അത് നടന്നില്ല എന്ന് കണ്ടിട്ട് ഞങ്ങൾ ഒരിക്കലും ഒരു ഡിബേറ്റ് നടത്തിയപ്പോൾ അന്ന് മലനാട് TV-യിൽ ആരോ പറയുകയുണ്ടായി, സംഗീത നാടക അക്കാദമി പിരിച്ചുവിടണം. ഈ സംഗീതത്തിനെയും നാടകത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടിനും ഈ പ്രൊമോഷൻ കിട്ടാത്തത്. നാടക അക്കാദമി വരട്ടെ, നാടകത്തിന് വേണ്ടി മാത്രം ഒരു അക്കാദമി വരട്ടെ എന്ന് എനിക്കൊന്ന് നമ്മുടെ പിന്നെ പ്രമോദ് വെളിയനാടോ അല്ല എനിക്ക് തോന്നുന്നത് ഈ സംഗീത നാടക അക്കാദമി എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ലെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പേര് വന്നത്. അതെ, നാടകം സംഗീതത്തോട് കൂടിയല്ല, അപ്പൊ സംഗീത നാടക അക്കാദമി അങ്ങനെ പേര് വന്നതാണ് എന്റെ ധാരണ. തീർച്ചയായിട്ടും.
എന്തായാലും ഒരുപാട് നമ്മുടെ സംസ്കാരം, നമ്മുടെ സംസ്കൃതിയെ സംരക്ഷിക്കേണ്ടവരാണ് ആ ഏജൻസി, ഗവൺമെൻറ് ഏജൻസി എന്നാണ് മലനാട് ജീവിക്ക് പറയാനുള്ളത്. പക്ഷേ അത് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. നാടകത്തിനോ അല്ലെങ്കിൽ മറ്റിതര തട്ടകത്തിൽ അവതരിപ്പിക്കുന്ന ഏത് കലാകാരനെയും സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ചുമതലയാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ചുമതലയാണ്, അല്ലേ? നിങ്ങളൊക്കെ നാടകം കളിക്കാൻ ഇറങ്ങുന്നത് ഒരുപക്ഷെ ഒരു വലിയൊരു മാസ് ഓഡിയൻസിനെ സന്തോഷിപ്പിക്കാനാണ്. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ അല്ലെങ്കിൽ നാടക കലാകാരന്മാർ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സ്വത്താണ്, അല്ലേ? അവരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. പക്ഷെ അത് പലപ്പോഴും ആരും ഇല്ലാത്തൊരു, ഇതിന് ഇപ്പോഴൊരു മാറ്റം വരാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഘടനകളൊക്കെ എന്താ ഇങ്ങനെ? സംഘടനകളുണ്ട്. ഇപ്പോൾ പുതിയൊരു സംഘടനയൊക്കെ ഇപ്പോൾ നാടക നടീനടന്മാരുടെ സംഘടനയൊക്കെ വന്നിട്ടുണ്ട്, ഡാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോൾ അതിൻ്റെ ഇന്നലെയായിരുന്നു എൻ്റെ ഉദ്ഘാടനം മറ്റും. ഈ നിവേദനങ്ങളൊക്കെ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ചലച്ചിത്ര കലാകാരന്മാരുടെ സംഘടനയാണ്. അതിന് എന്തായാലും പണമുള്ളവരുടെ സംഘടനയാണ്. അവർ കൈനീട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പെൻഷൻ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ കലാകാരന്മാർക്ക്, നാടക കലാകാരന്മാർ നല്ല വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഗാനമേള അടക്കമുള്ള കലാകാരന്മാർക്കെല്ലാം കൂടെ ഒരു മദർ യൂണിയൻ ഉണ്ടെങ്കിൽ, അല്ലേ? തട്ടകത്തിൽ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ ആ രീതിയിലൊരു കലാകാരന്മാരുടെ ഒരു സംഘടനയ്ക്ക് ഒരു വലിയ വാല്യൂ ഉണ്ട്. ഈ എൻ്റെ അഭിപ്രായത്തിൽ പല സംഘടനകളായിട്ട് വിഭാജിച്ച് നിൽക്കാതെ എല്ലാവരും കൂടെ ഒന്നിച്ചൊരു കോർഡിനേഷൻ, ഒരു കൺസോഷ്യമായിട്ട് വന്നാൽ നല്ലതായിരിക്കും. പലരും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. നന്മ എന്ന് പറഞ്ഞ സംഘടന നന്മയുണ്ട്, ഇപ്പോഴും ഉണ്ടത്. അപ്പം ഇതിലേക്ക് പല ആൾക്കാർ ഇപ്പോൾ ഇതിപ്പോൾ കുറേ വരും, നല്ല രീതിയിൽ വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും. എന്തായാലും എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നാടകത്തെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടാണ്. അവസരങ്ങൾ കിട്ടിയിട്ടും ഒരു പക്ഷേ സിനിമയിലേക്ക് നാടകം ഒഴിവാക്കി പോകാൻ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. നാടകമൊക്കെ ചിലതൊക്കെ നമ്മൾ മനഃപൂർവ്വം ഒഴിവായിട്ട് പോയിട്ടുണ്ട്. കാരണം നമുക്ക് അവസരം ഉണ്ട്, പക്ഷേ നാടകം നഷ്ടപ്പെട്ടു പോലും. സംഘാടകനൊരു മമതയുണ്ട്. ആ ഒരു ഇത് ചിലപ്പോൾ ഇപ്പോഴത്തെ വർത്തമാന സാഹചര്യത്തിലെ ചലച്ചിത്ര താരങ്ങൾക്ക് ഇല്ലെന്ന് വേണം ഇവിടുത്തെ ഈ പ്രൊഡ്യൂസർമാരും താരങ്ങളും നമ്മൾ ഈ ഇടയ്ക്കുണ്ടായ അടിപിടി കാണുമ്പോൾ മനസ്സിലാക്കാൻ, അല്ലേ? ശരിയല്ലേ? ആ ഒരു ആത്മാർത്ഥതയും ആത്മസമർപ്പണവും കലാകാരൻ എന്നുള്ള നിലയിൽ ചലച്ചിത്ര താരങ്ങൾക്കില്ല. നാടക കലാകാരന് ഒരുപക്ഷെ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും പോയി നാടകം അവതരിപ്പിക്കേണ്ട. അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഒരു നാടക സമിതി രൂപം കൊള്ളുമ്പോൾ തന്നെ നമ്മൾ ആ സമിതിയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്കാണ് അതിൻ്റെ അഗ്രിമെൻറ്റ് വരുന്നത്. ആ ഒരു വർഷം മുഴുവൻ ഒരു കുടുംബമായിട്ട് നമ്മൾ പോവില്ല. അതിൻ്റെ ഒരു ആത്മബന്ധം വേറെയാണ്. മറ്റേതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. ചിട്ടപ്പെടുത്തിയ കുറച്ച് ദിവസങ്ങളിൽ വരുന്നു, അവിടെ പലരും മാറി മാറി വരുന്നു, എല്ലാവരും ഒന്നിച്ചൊന്നുമല്ല വരുന്നത്. ഇത് 15 പേരുണ്ടെങ്കിൽ ആ 15 പേര് ഗ്രൂപ്പ് ആ ഒരു വർഷം മൊത്തം ആ ഗ്രൂപ്പാണ്. അതിൽ ചിലപ്പം എന്തെങ്കിലും ഇതായിട്ട് പോകും, ചിലപ്പോൾ യാദൃശ്യമായിട്ട് ചിലർക്കൊക്കെ മാറ്റം സംഭവിക്കാം. അല്ലെങ്കിൽ മൊത്തത്തിൽ ബാക്കി എല്ലാവരും ഒരുമിച്ച് പോകുന്ന, അപ്പോൾ ആ ഒരു ആത്മബന്ധം വേറെ ഒരു ഇതിനും കിട്ടില്ല, ഒരു കലാരൂപത്തിനും കിട്ടത്തില്ല. ഈ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നാടകം സ്റ്റേജിൽ ചിലപ്പം ഭയങ്കര അതികായകനായിട്ടുള്ള രാജാവായിട്ടൊക്കെ അവതരിപ്പിക്കേണ്ട വരുന്ന സാഹചര്യത്തിൽ വീട്ടിൽ എന്തെങ്കിലും ദുഃഖങ്ങളൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. 1-2 പ്രാവശ്യം. ഒന്ന് അമ്മയുടെ മരണം, എൻ്റെ അമ്മൂമ്മയുടെ മരണം, അപ്പൂപ്പൻ്റെ മരണം, ഇതൊക്കെ ഞാൻ സ്ഥലത്തില്ലാത്ത സമയത്താണ്. ആ സമയത്ത് ഇങ്ങനെ പ്രോഗ്രാം ഒന്ന് ഇങ്ങനെ ഈ നാടകമായിട്ടും എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിക്കുമ്പോഴത്തേക്കും ഞാൻ അന്ന് ഇവിടെ കുഴിത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അന്ന് ഫോണൊന്നുമില്ല, ലാൻഡ് ഫോൺ അത്യാവശ്യം ഉണ്ട് എന്നുള്ളതല്ല. അപ്പോൾ ഈ നമ്മുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലൊക്കെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വിവരം അറിയുന്നതും. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എടുത്തു പറയാൻ കാരണം അവരാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ടാണ് അതിന് അച്ഛനേക്കാളും അമ്മയെക്കാളും പ്രാധാന്യം അവരാണ് എന്നെ വളർത്തിയത് ചെറുപ്പം മുതലേ. പിന്നെ അതുപോലെ അമ്മ മരിക്കുമ്പോൾ ഞാൻ കായംകുളത്ത് ഡബിങ് സ്റ്റുഡിയോയിലായിരുന്നു. അത് ഉച്ചയ്ക്ക് വിവരം അറിയുന്നു. അപ്പോൾ ഡബിങ് നിർത്തണമെന്ന് വെച്ചപ്പോൾ നിർത്തണ്ടെന്ന് പറഞ്ഞു. കാരണം നമുക്ക് നമ്മുടെ ഇതല്ലേ, നമ്മളൊരാൾ പോയി കഴിഞ്ഞാൽ ബാക്കി അത്രയും പേര് ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാം ഡബിങ് മൊത്തം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ നാട്ടിലേക്ക് പോകുന്നത്, പോയി കാണുന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ നാടക സമിതികളിൽ ഈ സ്ത്രീകൾക്ക് വരെ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. സ്വന്തം മകൻ മരിച്ചെടുക്കുമ്പോൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ട്, ഇന്ന് സിനിമാ നടിയാണ്, കുടച്ചനാട് കനകം എന്ന് പറയും. ജയ് ബേസിൽ അമ്മയായിട്ട് അഭിനയിച്ച. അപ്പം അന്ന് മകൻ മരിച്ചു കിടക്കുമ്പോൾ അതിൻ്റെ പുറകുവശത്തൂടെ നാടകം കളിക്കാൻ പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അനുഭവിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അതാണ്. അപ്പം എത്രത്തോളം ആത്മസമർപ്പണമാണ് നാടകത്തിന് വേണം. അത് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു റിട്ടേൺസ് തിരിച്ചു
സമൂഹം നൽകുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പം കുടശനാട് കനകൻ ചേച്ചി, കുളപ്പള്ളി ലീല ചേച്ചി, ഇവരെല്ലാം സിനിമയിൽ എത്തിയതിനു ശേഷം കിട്ടിയ ഒരു ഗ്ലാമർ വേറെയാണ് അല്ലേ? ഒരു നാടക കലാകാരി ഏതെങ്കിലും ഉദ്ഘാടനത്തിന് വിളിക്കൂ? എന്തുകൊണ്ട് വിളിച്ചോടാന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അല്ല, സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയ ഒരാൾക്ക് ആ രീതിയിലൊരു പരിഗണന പിന്നെ അല്ലേ? എനിക്ക് തോന്നുന്നു ടെലിവിഷനിൽ പോലും ഒരു നമ്മളെ വിളിച്ചൊരു ഇന്റർവ്യൂ നടത്തുന്നത് വലിയ പാടാണ്. അത് പോട്ടെ, എനിക്ക് ഏറ്റവും കൂടുതൽ വിദ്വേഷമുള്ളതെന്ന് വെച്ചാൽ എവിടെയും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ചാനലുകാർ ഓടിയെത്തും. ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി പോലും സംസ്ഥാന അവാർഡിന് വേണ്ടി മത്സരിക്കുന്ന ഈ സംഗീത നാടക അക്കാദമിയിലോ അല്ലെങ്കിൽ സംഗീത നാടക അക്കാദമിയുടെ പ്രോഗ്രാമായ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു ചാനലുകാർ വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കവർ ചെയ്തിട്ടില്ല. അവാർഡ് നിശ വരുന്നുണ്ട്, അവാർഡ് ദിവസം ഒരു ചാനലുകാരും വരില്ല. അതാണ്, ഒരാൾ പകർത്താൻ വരാറില്ല, ഇന്നുവരെ വന്നിട്ടില്ല. അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ വലിയ സങ്കടമുള്ള കാര്യമല്ല. മലനാട് ജീവിയെ സംബന്ധിച്ചിട്ട് ഞാൻ പല പ്രാവശ്യം സംഗീത നാടക അക്കാദമിക്ക് മുകേഷ് ചേട്ടൻ ഇരുന്ന സമയത്ത് തന്നെ ഈ എനിക്ക് തോന്നുന്നു മുകേഷ് ചേട്ടൻ്റെ ട്രൂപ്പിന് കാളിദാസ കലാകേന്ദ്രത്തിന് അവാർഡ് ഉള്ളൊരു ആ സമയത്ത് ഞാൻ പത്തനാപുരത്താണ് സ്റ്റുഡിയോ, കലഞ്ഞൂരാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തൃശ്ശൂർ വന്നിട്ട് ലൈവ് ചെയ്യാനായിട്ട് ഞാനൊരു പ്രപ്പോസൽ കൊടുത്തിട്ട് റിജക്റ്റ് ചെയ്തു. അത് ശരി, നമ്മൾ അങ്ങോട്ട് അക്കാദമിക്ക് കൊടുത്തിരുന്നു. എന്നിട്ട് അന്നേരം ഒരു സമയം വൈകിയത് കൊണ്ടോ അല്ല ഫണ്ടിന്റെ അപര്യാപ്തത എന്നൊക്കെ പറഞ്ഞിട്ട് അത് റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ അന്ന് ഞാനത് സൂചിപ്പിച്ചിരുന്നു, ഇത്തരം കാര്യങ്ങൾ റെക്കോർഡിക്കലായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഏത് ഓൺലൈൻ ചാനൽ എടുത്താലും വ്ളോഗേഴ്സ് ആയാലും സിനിമക്കാരുടെ എന്ത് പരിപാടിക്കും കൂട്ടമായിട്ട് വരാറുണ്ട്. നാടക കലാകാരന്മാരെ കൊണ്ട് നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ശ്രദ്ധയിൽ അവരുടെ ജീവിതം കൂടെ വരണം. കാരണം ഒരു നാടകം അവതരിപ്പിക്കാൻ വേണ്ടി സംഘാടകൻ ചെലവിടുന്ന ലക്ഷങ്ങളാണ്. ആ ലക്ഷങ്ങളൊക്കെ ഒരു വർഷം കൊണ്ട് തന്നെ തിരിച്ചു കിട്ടണമെന്നില്ല. ഇതൊരു സബരിയാണ്. ആ നാടകത്തിനോടുള്ള താല്പര്യവും ആ കലാഭൂമിയോടുള്ള താല്പര്യമാണ് അവരെ അങ്ങനെ വീണ്ടും വീണ്ടും നഷ്ടം വന്നാൽ ഇങ്ങനെ ഇറങ്ങാൻ പ്രേരിപ്പിക്കണം. അപ്പം അവരെ നമ്മുടെ ചലച്ചിത്ര രംഗത്തുള്ള കലാകാരന്മാർ അത് എത്ര വൃത്തികെട്ടോളോ ആയാലും അവരെ പ്രോത്സാഹിപ്പിക്കാൻ മാധ്യമങ്ങൾ റെഡിയാണ്. അതിന് ഇഷ്ടം പോലെ അതിന്റെ പുറകെ. എന്നാൽ ഒരു കലാകാരിയെ നാടകരംഗത്തൊന്നാണെങ്കിൽ ആ നാടകം ഉദ്ഘാടന സ്റ്റേജാണ് അല്ലെങ്കിൽ നാടകം അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നാടകത്തിന്റെ വാല്യൂ അനുസരിച്ച് ഒരു പ്രൊമോഷൻ കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. മലനാട് ടിവിക്ക് പ്രൊമോഷൻ ഈ പറഞ്ഞതുപോലെ നാടകങ്ങളെക്കുറിച്ചൊരു പ്രോഗ്രാം തന്നെ ഞങ്ങൾ മലനാട് ടിവി സാറ്റലൈറ്റിലുണ്ടായിരുന്നപ്പം ഗ്രീൻ എന്നായിരുന്നു അതിൻ്റെ പേര്, നാടക വാർത്തകളുണ്ടായിരുന്നു. അതിൽ നമ്മളെപ്പോലെ എല്ലാ ദിവസവും നാടക കലാകാരന്മാരുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ നിന്നുപോയി. എന്നാലും വീണ്ടും അരങ്ങും അണിയറയും എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ശിവജി ഗുരുവായൂർ സംഘടന ഞാൻ ഉണ്ടായിരുന്നു അതിനകത്ത്, നേരത്തെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ശിവജി ചേട്ടനും അവരെല്ലാം കൂടെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കോവിഡ് സമയത്ത് നമ്മുടെ ഡിബേറ്റിന് ആ പേര് തന്നെ ഇട്ടു. ലാലേട്ടൻ അതിൻ്റെ ഒരു ഓഡിയോ ഒക്കെ അയച്ചു തന്നു, അരങ്ങും അണിയറയും. അതിൽ എല്ലാ എൻ്റെ ഓഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് സജീവമായിട്ട് നമ്മൾ നാടക കലാകാരന്മാരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും. അല്ല, ഇപ്പൊ മലനാട് ടിവിക്ക് ഞാൻ ഈ പറഞ്ഞതൊന്ന് ആലോചിച്ചൂടെ? തീർച്ചയായിട്ടും ചെയ്യണം. ഈ സംഗീത അക്കാദമിയുടെ ഇപ്പോൾ അവാർഡിന് ഇത് മത്സരം നടക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല, മലനാട് ടിവിക്ക് തന്നെ ഒരു നാടകോത്സവം, അല്ലെങ്കിൽ അത് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവാർഡ് നൈറ്റെങ്കിലും തീർച്ചയായിട്ടും ചെയ്യണം. അത് ഞങ്ങളിപ്പോൾ ഈ ചേട്ടൻ ഇപ്പം സംസാരിക്കുന്ന കാര്യം 2 ദിവസത്തിന് മുമ്പ് ഞാനും നമ്മളുടെ ജയേഷ് ശാസ്ത്ര എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചതാണ്. ഒരു നാടക ഇവിടെ POC നാടക ഉത്സവം നടത്തുന്നുണ്ട്. അപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓഡിറ്റോറിയം കിട്ടുകയാണെങ്കിൽ ഒരു 10 ദിവസം നീണ്ടിരിക്കുന്ന നാടക ഉത്സവം. ഇപ്പം ചേട്ടൻ അതിനൊരു പിന്നെ ചാലകമാണ്. കാരണം ചേട്ടൻ അത് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, പലപ്പോഴും നാടക ഉത്സവങ്ങൾ നടക്കുന്നത് വൈകുന്നേരങ്ങളിൽ മാത്രമാണ്. ചലച്ചിത്ര ഉത്സവങ്ങൾ നടക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ. അവിടെ ഓപ്പൺ ഫോറം നടക്കുന്നു, സംവിധായകരുടെ ഇന്റർവ്യൂസ് നടക്കുന്നു, ഒരു ഉത്സവമായിട്ടാണ് നടക്കുന്നത് അല്ലേ? അപ്പൊ എന്തുകൊണ്ടൊരു നാടകമേള ആ രീതിയിൽ നടത്തിക്കൂടാ? വൈകുന്നേരങ്ങളിൽ മാത്രം. കാരണം നാടകത്തിന് ഇരുളും വിളിച്ചോക്കണം. പിന്നെ ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ രാത്രിയും പകരാണെന്ന് നമുക്ക് വിഷയത്തിൽ 2-3 നാടകം നടത്താം. എങ്കിലും ഒരു രാവിലെ മുതൽ വൈകുന്നേരങ്ങളിൽ വരെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്ന നാടക കലാകാരന്മാരെയും ആചാര്യന്മാരെയും എത്തിക്കുക. അവരുടെ ഇന്റർവ്യൂവും ജനങ്ങൾക്ക് ഓപ്പൺ ഫോറം അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് മുമ്പിൽ പുതിയ നാടക കലാകാരന്മാരുടെ അമച്ചർ അരമണിക്കൂറുള്ള നാടകങ്ങൾ അവതരിപ്പിക്കുക. വൈകുന്നേരം പ്രൊഫഷണൽ നാടകത്തിൻ്റെ മത്സരം. ഈ മത്സരത്തിന് ശേഷം നമ്മുടെ കഥാപാത്രങ്ങളായ അരങ്ങുവാണ താരങ്ങൾ സ്റ്റേജിന് പുറത്തേക്ക് വന്ന് മലനാട് ടിവിയുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കുന്നു. ആ സമയത്ത് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം.
നിങ്ങളുടെ കഥാപാത്രം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ജനത്തിന് നേരിട്ട് സംവേദിക്കാം. ഒപ്പം എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും വരുന്ന കലാകാരന്മാർക്ക് മനസ്സും എന്താ പിന്നെ ഹൃദയവും നിറഞ്ഞ് സമ്മാനങ്ങളും കൊടുത്തു വിടണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? പണ്ടൊക്കെ ഈ അങ്ങനെ ഒരു ഫംഗ്ഷനും ചാനലും ഈ എല്ലായിട്ടും ഒരു ആഘോഷമായിട്ടൊക്കെ വരുമ്പോഴേ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ നാടകത്തിലേക്ക് നാടക നടീനടന്മാരുടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇവിടെ ഏറ്റവും വലിയ ഒരു ദൗർലഭ്യം എന്താണെന്നറിയാവോ? പ്രായം കുറഞ്ഞ യുവാക്കള് ഇവരൊന്നും ഈ രംഗത്ത് വരുന്നില്ല. ഇപ്പോഴും 60 വയസ്സും ആരും ഒക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടിരിക്കുകയാണ്. ആണും പെണ്ണും ഒക്കെ അതിനകത്ത് തുല്യരാണ്. ശരിയാണത്, മനസ്സിലല്ലേ? അത് ആ ഒരു ഇത് വരണം, ആ ഒരു ഇൻട്രാക്ഷൻ ഈ സിനിമയിലേക്കും സീരിയലിലേക്കും വരുന്ന ആ ഒരു ആഗ്രഹം നാടകത്തിലേക്ക് വരുന്നില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അത് വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരണം. പ്രൊഫഷണലും അമച്ചർ നാടകങ്ങളും ഒക്കെ ഇവിടെ വളരെ സജീവമായിട്ട് ഇന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അക്കാഡമിയിലൊക്കെ പോയി അഭിനയം പഠിക്കും. ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ അക്കാഡമിയിലൊന്നും പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അക്കാഡമിയിലൊക്കെ പോയി അഭിനയം പഠിക്കുന്നതിന് പകരം നാടകവേദികൾ അതിനൊരു തലമാക്കാം സിനിമയിലേക്ക് വരുന്നവർക്ക്. അല്ല, സ്വസിദ്ധമായിട്ടുള്ള കഴിവുള്ള കുട്ടികൾ ഒരുപാടുണ്ട് കലാരംഗത്ത്. പക്ഷെ അവരിതിനെ ഇതിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇതൊരു നല്ലൊരു സംഭവമാണെന്ന് ജനങ്ങൾ അറിയുന്നൊരു സംഭവമാണെന്ന്, ഈ സീരിയലും സിനിമയും ഇതൊക്കെ പോലെ തന്നെ നല്ലൊരു സംഭവമാണെന്നുള്ളത് വരുത്തി തീർക്കണമെങ്കിൽ ഇതുപോലുള്ള ഫംഗ്ഷനും മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു തൊഴിലെന്നുള്ള നിലയിൽ ഈ നാടക കലാകാരന്മാരെ സമൂഹം അംഗീകരിക്കാത്ത ഒരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് വിവാഹ കമ്പോളത്തിൽ അല്ലേ, വിഷയമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ. അതേസമയം ഒരു സിനിമ നടിയാണെങ്കിൽ ഏത് ഓഡിഷനും കെട്ടാൻ തയ്യാറാണ്. അപ്പം അത് പക്ഷേ ഒരു നാടക കലാകാരൻ, പക്ഷെ എനിക്ക് ഈ നാടകരംഗത്തുള്ള കുറേ ആൾക്കാരെ അറിയാം കേട്ടോ. ചെറുപ്പക്കാരികളായിട്ടുള്ള കുട്ടികളെ അറിയാം, നാടക നടികളെ അറിയാം. പലരും സിനിമകളിൽ പോകാൻ താല്പര്യമില്ലത്രേ. എനിക്ക് ചലച്ചിത്ര നടിയാകണ്ട, എന്റെ ആഗ്രഹം നാടക നടിയാകണം. അങ്ങനെയുള്ള കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൊഫഷണൽ അമച്ചറൊക്കെ ചെയ്യുന്ന ഒത്തിരി കുട്ടികൾ വളരെ അതിനെ ഗൗരവമായിട്ട് എടുക്കുകയും അതിൽ വളരെയധികം അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അമച്ചറിന് ഇത്ര സമയം മതി. ഒരു പ്രൊഫഷണൽ നേരത്തെ പറഞ്ഞ ഒരു വർഷത്തേക്ക് അവരുടെ ജീവിതത്തിലെ സമയം അതായിരിക്കാം അവരിങ്ങനെ മാറി നിൽക്കാൻ കാരണം. കൂടുതലും പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ 3500 എന്നൊക്കെ പറയുന്നത് ഒരു സീരിയൽ രംഗത്ത് ചെറിയൊരു വേഷം ചെയ്തൊരു നടിയെ നമ്മൾ തന്നെ വിളിച്ചൊരു ആങ്കർ ചെയ്യണമെങ്കിൽ 10,000 കൊടുക്കണം ഇന്ന് 2 മണിക്കൂറിന്. അപ്പോൾ ഒരു നടിയുടെ അല്ലെങ്കിൽ ഒരു നടന്റെ നാടകത്തിന് വേണ്ടിയുള്ള സമർപ്പണം എൻ്റെ കണക്ക് കൂടലിൽ 2 ദിവസം അല്ലേ? അതെ, രാവിലെ എത്തും, വൈകുന്നേരങ്ങളിൽ വേദിയിലെത്തും, പിറ്റേന്ന് തിരിച്ചെത്തിയാലും ഉറക്കുമായിരിക്കും. അപ്പം 2 ദിവസം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഒരു നാടക കലാകാരൻ അല്ലെങ്കിൽ സാങ്കേതിക പ്രവർത്തകൻ അവൻ ജീവിക്കുന്നത്. അപ്പം അവന് തക്കതായുള്ള തത്തുല്യമായിട്ടുള്ള പരിഗണന കിട്ടണം. അതിന് ഈ വേറൊരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നമ്മളൊരു ഫിലിം ഫെസ്റ്റ് നടത്തുകയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ എയ്ഡുണ്ട്, ലക്ഷങ്ങളാണ്. അത് ആര് കോർഡിനേറ്റ് ചെയ്താലും അതിന് എങ്കിൽ എന്തുകൊണ്ട് നാടകത്തിന് അത്തരം ഒരു പ്രിവിലേജ് കൊടുത്തുകൊണ്ട് നാടകം അവതരിപ്പിക്കുന്ന ഓരോ സ്റ്റേജിനും ഒരു ഗ്രാൻഡ് നൽകിക്കൊണ്ട് സംഘാടകർ ഇതിനെപ്പറ്റി ഈ അരങ്ങുമണിയറയും ഉള്ളപ്പോൾ ശിവജി ഒക്കെ ഉള്ള സമയത്ത് ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതിന് നിവേദനമൊക്കെ കൊടുത്തിരുന്നതാണ്. പഞ്ചായത്തുകൾ തോറും സർക്കാരിൻ്റെ വകയായിട്ട് നമുക്ക് ഈ മന്ത്ലി പ്രോഗ്രാംസ് സംഘടിപ്പിക്കണം, അത് സർക്കാരിൻ്റെ ഇതിലായിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായതാണ്. ഞാൻ പറഞ്ഞത് അന്നിങ്ങനെ പറഞ്ഞു എന്നല്ലാതെ അതിനെക്കുറിച്ച് പിന്നീട് ഉണ്ടായിട്ടില്ല. അതാണ് നാടകരംഗത്തോട് താല്പര്യമുള്ള ഏതെങ്കിലും മന്ത്രിമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ MLA-മാരും MP-മാരും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഈ നിയമസഭകളിലും പാർലമെന്റിലും മുഴങ്ങണം ഇവർക്ക് വേണ്ടി. അതിൽ പ്രധാനമായിട്ടും വേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാടകത്തിനെ പൈതൃക കലാരൂപത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളുണ്ട്, ആ പദ്ധതികളിൽ അത് ഉൾപ്പെടുത്തിയാൽ അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപത്തെ സംരക്ഷിക്കുവാനായിട്ട് ആരാണോ അതിന് മുതിരുന്നത് അവർക്ക് വേണ്ടി ഒരു ഗ്രാൻഡ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അതിൽ ഒരു ദിവസം എത്ര ദിവസം നാടകം കളിച്ചു, എവിടെയൊക്കെ ബുക്ക് ചെയ്തു, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാണിച്ചാൽ ആ നാടകത്തിന് തത്തുല്യമായിട്ട് ഇപ്പം സംഘാടകർ കൊടുക്കുന്നത് ഒരു 50,000 1 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷം രൂപ സർക്കാർ കൊടുക്കണം. അപ്പോൾ ആ തുക ചിലപ്പം ഏറ്റവും അവസാനമായിരിക്കും കിട്ടുന്നത്. ഒന്നിച്ച് ആ തുകകൾ കിട്ടുമ്പോൾ നാടക കലാകാരൻ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് അവന് നല്ലൊരു തുക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഗ്രാൻഡായിട്ട് കിട്ടും. മറ്റ് രാജ്യങ്ങളിൽ, അതായത് UK പോലെയുള്ള രാജ്യങ്ങളിൽ, ബ്രിട്ടനിൽ എല്ലാ ദിവസവും നാടകം ഫുൾ ഹൗസ്ഫുള്ളായിട്ട് ഓടുന്ന ഒരു തിയേറ്ററുണ്ട്, ബ്രോഡ്വേ തിയേറ്റർ. നമ്മുടെ ഇപ്പം ഞായറാഴ്ചകളിൽ പോകുന്ന പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ബ്രോഡ്വേ തിയേറ്റർ എന്നാണ്. അപ്പം അവിടെ വരുന്ന ആളുകളിൽ നിന്ന് നാടക കലാകാരന്മാർക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകുന്നുണ്ട് ആ രാജ്യം. അവരെ കാരണം അവർ ഇപ്പം ചേട്ടനൊക്കെ ഇപ്പം 40 വർഷം ഈ രംഗത്ത് നിന്ന ആളാണ്. നാടകത്തിൻ്റെ ഏതെല്ലാം മേഖലകൾ ചേട്ടനെ സംബന്ധിച്ചിട്ട്
തീസിസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, പഠിച്ചു കഴിഞ്ഞു അല്ലേ? പിന്നെ തീർച്ചയായും. അപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും ഒരു പക്ഷേ അത് എഴുതി ഒരു ബുക്ക് എടുക്കുന്നതിനും ഒക്കെ ആയിട്ട് ഒരു ഡോക്ടറിന് നൽകാൻ എന്താ കുഴപ്പം? ശരിയല്ലേ? അതെ അതെ. വേറെ ആർക്കെങ്കിലും പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളുടെ എന്താ പറയുന്നത് വെൽത്ത് എന്ന് പറയേണ്ടത്. പക്ഷെ ഇന്ന് നാടകകലാകാരൻ രാജാവായിട്ട് അല്ലെങ്കിൽ ജഡ്ജിയായിട്ടൊക്കെ അരങ്ങുവാണ കലാകാരൻ കൃത്യനായി വീട്ടിലെത്തേണ്ട അവസ്ഥയാണ്. അതെ, അവന്റെ ഒരു ആയുസ്സും ആരോഗ്യമൊക്കെ നശിച്ചു കഴിഞ്ഞാൽ വെറുതെ അതെ അതെ വെറും ലാപ്സായി പോകുന്ന ഒരു തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ കണ്ണുനീരുകൾ കണ്ട കലാകാരൻ കൈരളിയാണ് നമ്മുടെ. ഒത്തിരി ആർട്ടിസ്റ്റുകളൊക്കെ അങ്ങനെ ഇനിയെങ്കിലും കലാകാരൻ നമ്മളെ ചിരിപ്പിക്കുമ്പോൾ അവന് സ്വയം ചിരിക്കാനുള്ള പ്രതലം ഒരുക്കുവാൻ നമുക്കാകണം. മലനാട് ടി വി അതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ചേട്ടനെ പോലുള്ളവരൊക്കെ മുന്നോട്ട് വരണം. നമ്മുടെ മലനാട് ടി വി എന്ന് പറഞ്ഞാൽ ജയകൃഷ്ണൻ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ശിവജി ഗുരുവായൂരൊക്കെ അതേപോലെ ആക്റ്റീവായിട്ട് നമ്മളിവിടെ നിന്നാണ്. പിന്നെ ഇടയ്ക്ക് നന്മ അതുപോലെ ഒരു സംഘടനയായിരുന്നു. എന്തായാലും ഈ കാര്യത്തിലൊക്കെ ഒന്ന് ഇടപെടാൻ തന്നെയാണ് മലനാട് ടി വി ഇനി മുന്നോട്ട് ചിന്തിക്കുന്നത്. കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ക്ഷേമ പെൻഷനുകളായാലും മറ്റ് ആനുകൂല്യങ്ങളായാലും മേടിച്ചു കൊടുക്കുന്നതിന് ഒരു പക്ഷേ കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു ഭാവം തന്നെ മലനാട് ടി വി എടുക്കും. അർഹതപ്പെട്ടവർക്ക് അരികിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്ന് ഉള്ളത്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ലാതെ ഞങ്ങൾ ഫോക്കസ് ചെയ്യും, ഇടപെടും എന്ന് തന്നെയാണ് പറയുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? ഭാര്യ, മക്കള്. മോൻ വിദേശത്താണ്, കുവൈറ്റില്. മോള് വിവാഹം കഴിഞ്ഞു, ഒരു കുഞ്ഞ് 1 വയസ്സ് കഴിഞ്ഞു. അവൾ ആർട്ടിസ്റ്റാണ്. സിനിമയിൽ നായികയായിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചു. പിന്നെ ഇപ്പോൾ സീരിയൽ ചെയ്യുന്നുണ്ട്. സിനിമയിൽ നായികയായിട്ടാണ്? നായികയായിട്ട്. സുനിൽ. അതെ അതെ. പ്രതി നിരപരാധിയാണെന്നുള്ള പടം. അതിനകത്ത് നായികയായിട്ട് അഭിനയിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ വിവാഹാലോചന വന്നപ്പോൾ പിന്നെ അത് അങ്ങനെ അങ്ങ് മാറി, കുറച്ച് നാൾ മാറിക്കേണ്ടി വന്നു. ഇപ്പോൾ ഭർത്താവിൻ്റെയൊക്കെ അനുവാദത്തോടെ, ഭർത്താവും നല്ലൊരു കലാ ആസ്വാദകനാണ്. എറണാകുളം ജില്ലയിൽ പിറവത്താണ് താമസം. ആള് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു തൃപ്പൂണിത്തുറ നല്ലൊരു വലിയൊരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവന് താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സീരിയൽ ചെയ്യുന്നു. അങ്ങനെ കുഞ്ഞാട് സന്തോഷമായിട്ട് പോകുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, നാടക കലാകാരൻ. ഭാര്യ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ KPSC അഭിനയിക്കുന്ന വർഷമാണ്. എനിക്ക് ചേച്ചി നമ്മുടെ പിന്നെ ആ സീരിയലിന്റെ പേരെ തന്നെ നമ്മളൊരു സീരിയല് പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയൊരു സീരിയലുണ്ട്, കുളപ്പള്ളി ലീല ചേച്ചിയും നമ്മുടെ സുദർശൻ ഒക്കെ ചെയ്തത് അല്ലേ? അതിൽ ചേച്ചി ഗംഭീരമായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു എപ്പിസോഡ് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ട്. പിന്നെ ആൾ പിന്നെ കുടുംബിനിയായിട്ട് അങ്ങ് മാറി. പിന്നെ കുട്ടികളുടെ വളർച്ച വന്നതോടുകൂടിയിട്ട് അങ്ങനെ അങ്ങ് മാറി. പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. നമ്മുടെ ഇപ്പോഴത്തെ നാടക രംഗത്തെക്കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം? കാരണം കഴിമ്പ്രം വിജയനിലൂടെയാണ് ഇവിടെ രംഗത്തെത്തിയത്. അതിനുശേഷം ഒട്ടനവധി വലിയ വലിയ സംവിധായകർ, അവരെയൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ പേരുണ്ട്. കഴിമ്പ്രം വിജയനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുനാഥൻ. അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ തന്നെ 4-5 നാടകം അവിടെ ഹിറ്റ്സ് ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നു സമിതി. അതിനകത്ത് നാടകത്തിലും വിജയൻ തന്നെയാണ് സംവിധാനം ചെയ്തത്. അങ്ങനെ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിന്നത് കോഴിക്കോട് ചിരന്തനയിൽ നിന്നപ്പോഴത്തേക്കും മാടമ്പ് കുഞ്ഞുകുട്ടൻ സാറാണ് ആദ്യം വർക്കിന് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോസ് ചെറമ്മൽ, ജി ജയകുമാർ, പിന്നെ KT മുഹമ്മദിൻ്റെ നാടകവും ആ സമിതി നിന്നപ്പോഴാണ് ചെയ്തത്. തീക്കനൽ നാടകം. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിനകത്ത്. അത് അന്ന് എനിക്ക് 26 വയസ്സുള്ളൂ അന്ന്. പക്ഷേ ഞാൻ എടുത്ത വേഷം 96-ൻ്റെ വേഷം. 96 വയസ്സുകാരനായിരുന്നു തീക്കനലിൽ എടുത്തത്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് KT ഒക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തൊരു വേഷമായിരുന്നു അത്. കാരണം ആ പ്രായത്തിൽ 26-ാമത്തെ വയസ്സിൽ 96 വയസ്സുള്ള വേഷം ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരകായ പ്രവേശമാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോഴാണ് പിന്നീട് മുന്നോട്ടുള്ള എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഏത് നാടകം ഏത് ക്യാരക്ടർ വന്നു കഴിഞ്ഞാലും നമ്മൾ അനായാസമാണ് ചെയ്യാറുണ്ട്. അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല നടന്മാരുടെയും ശൈലി അല്ലായിരുന്നു. അത് നമ്മൾ പറയും. ഇപ്പം സീരിയലിൽ ചെന്നാലും സിനിമയിൽ ചെന്ന് കഴിയുമ്പോഴും അവർ പറയുമ്പോൾ നാടക നടനാന്നൊക്കെ ചിലപ്പോൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ പറയും നാടകം വേണ്ട കേട്ടോ എന്നൊക്കെ പറയും.
സാറേ ഇല്ല. നാടകമില്ല. നമ്മൾ ലൈഫിൻ്റെ ആളാണ്. നമ്മൾ ജീവിതം എങ്ങനെയാണോ അവിടെ ഒരു ക്യാരക്ടറിനെ തന്നെ എംബ്രോയിസ് ചെയ്യുന്ന എങ്ങനെയാണ് അതുപോലെ നമ്മൾ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ഇതുവരെ പോയിട്ടുണ്ട്. പക്ഷേ വേറെ തൃശ്ശൂർ ശശാങ്ക് സ്റ്റൈലുണ്ടായിരുന്നു. അവിടെ മഹർഷിയിലൊക്കെ ഞാനത് കണ്ടതാണ്. അത് ഇളമുറത്തമ്പുരാനൊക്കെ ആയിട്ട് രാജാവായിട്ടൊക്കെ. അത് പുരാണമാണല്ലോ. പുരാണത്തിലെ അപ്പൊ അത് ആ സ്റ്റൈലിൽ ചെയ്തില്ലേ പറ്റും. അത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടത്. അത് ഇപ്പോ കഴമ്പ്രം വിജയേട്ടന്റെ നാടകത്തില് കുതിരപ്പന്തി മൂത്താരുനാലില് ഭീമന്റെ വേഷം ചെയ്തിട്ടുണ്ട്. കുതിരപ്പന്തി എന്ന് പറഞ്ഞത് ഒരു മന്ത്രിയുടെ വേഷം. അപ്പൊ അത് പുരാണത്തിന്റെ സ്റ്റൈലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. അത് അപ്പം അങ്ങനെ വരുമ്പോഴാണ്. പിന്നെ നമ്മുടെ അല്ലാതുള്ള നാടകങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച്. റേഡിയോ നാടകത്തിൽ ഇല്ല ഇല്ല ഇല്ല, റേഡിയോ ഇതിൽ പോയില്ല. പിന്നെ ഈ എനിക്കിപ്പോൾ സംസ്ഥാന അവാർഡ് കിട്ടുമ്പോൾ തന്നെ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴും അതിൻ്റെ ജൂറികളായിട്ട് പിന്നീട് സംസാരിച്ചപ്പോൾ അത് അവർ പറഞ്ഞ ഒരു പറഞ്ഞാൽ അങ്ങനെയുള്ള മാർക്ക് ലൈഫിനുള്ള അതിനാണ് തനിക്ക് മാർക്ക് വീണിട്ടുള്ളത് എന്നവരെ എടുത്ത് പറഞ്ഞു നമ്മളെടുത്ത്. അപ്പം അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ ഇടയ്ക്ക് ചേട്ടൻ സുബി എന്ന ഡയറീസുമായിട്ട് ഒരു 5 വർഷം നാടക സമിതി. അതെ അതെ, 5-6 വർഷത്തോളം. അത് ഗുണമായിരുന്നോ നേട്ടമായിരുന്നോ? അത് രണ്ടും പറയാൻ പറ്റില്ല. മേല് കൊള്ളാതെ അങ്ങനെ പോയി എന്ന് പറയാം. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗൾഫിലേക്കൊന്ന് പോകാനുള്ളൊരു ചാൻസ് എൻ്റെ വൈഫ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടി. അങ്ങനെ പോയൊരു 2-3 വർഷം അങ്ങനെ പോയി. EV കലീഷനോടൊപ്പം ചേർന്ന് സംവിധാനവും പരീക്ഷിച്ചു. ഉണ്ട്. അല്ല, ഞാൻ ഈ ചെയ്ത നാടകങ്ങളെല്ലാം ഞാൻ തന്നെ സംവിധാനം ചെയ്തത്. അല്ലാതെ അതിലാണ് കലീഷൻ ചേട്ടൻ എഴുതിയത്. അതെ അതെ. അതിന് മുൻപ് മറ്റേ ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്ററൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ നാടകങ്ങൾ ചെയ്തു. പിന്നെ കുറേ നൃത്ത നാടകങ്ങൾ കുറേ ഡയറക്റ്റ് ചെയ്തു. പിന്നെ ഡബ്ബിങ്ങിലേക്ക് ഇറങ്ങുന്നത് പണ്ട് മുതൽക്ക് ഡബ്ബിങ്ങിലേക്ക് ഇറങ്ങി. അത് ഈ നൃത്തനാടകങ്ങൾക്ക് ശബ്ദം കൊടുത്തുകൊണ്ട് ഡബ്ബിങ്ങിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഒരുപാട്. കവടിയാർ സുരേഷ് പ്രശസ്ത നൃത്തനാടക സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ വർക്കിലും അന്ന് മുതൽ തുടക്കം മുതലുണ്ട്. ഞാൻ എൻ്റെ ഒരു 33 വർഷം മുമ്പോട്ടേ ഡബ്ബിങ്. ഏതൊക്കെയായിരുന്നു ചെയ്തത്? ഒരുപാടുണ്ട്. രക്ഷപ്പെട്ടു പോയ ക്ലിക്കായത് കൃഷ്ണായനം എന്ന് പറഞ്ഞ, അത് തിരുവനന്തപുരം നവോദയ അതിലാണ്. അപ്പോൾ അതിനകത്ത് കൃഷ്ണൻ്റെ ശബ്ദം കൊടുത്തിട്ട് അങ്ങനെ അത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തതാണ്. അത് 1000കണക്കിന് സ്റ്റേജ് കളിച്ചു. പിന്നെ കേരളത്തിലുള്ള ഏകദേശം ഒട്ടുമിക്ക ഒരു 90% സമിതികൾക്കും കൃഷ്ണന്റെ വേഷം വന്നാൽ അത് കൂടുതൽ തന്നെയാണ് വിളിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളൊക്കെ സംസാരിക്കുമ്പോഴേ നാടകത്തിന്റെ അപജയത്തിന് കാരണം ഇപ്പോഴത്തെ തലമുറ ആവശ്യപ്പെടുന്ന രീതിയിൽ നാടകം മാറിയില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്? അത് ശരിയല്ല, ഒട്ടും ശരിയല്ല. ഇപ്പം ശരിയല്ല. അവർ പറഞ്ഞ അഭിപ്രായം പറഞ്ഞ സമയത്ത് കുറച്ച് കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി നമ്മളെ ഈ അതിഭാവുകത്വം, സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഈ നടന്മാർക്ക് ഉള്ള ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞാൽ അതിഭാവുകത്വം. ഈ മനുഷ്യൻ നമ്മളിപ്പോൾ സാധാരണ സംസാരിക്കുന്ന രീതിയിലല്ല സ്റ്റേജിൽ കയറുമ്പോൾ. അവരൊക്കെ വേറെ ഏതോ ലോകത്ത് നിന്നിട്ട് സംസാരിക്കുന്ന പോലെ തോന്നും. അതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനാണ് പലരും ട്രോളടിക്കാൻ തുടങ്ങിയത്. മിമിക്രിക്കാരൊക്കെ എപ്പോഴും ട്രോളടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ തൊണ്ടങ്ങനെ പിടിച്ച് അച്ഛോ മുഖ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ പറയുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ തികച്ചും ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് അതുപോലെ തന്നെ സംവിധാന ശൈലികൾ മാറി. രാജേഷ് നാടകങ്ങളിൽ കുറെ ടെക്നിക്കലായിട്ട് അങ്ങനെയുള്ള, പിന്നെ രാജേഷ് ഇർളം, അഹമ്മദ് കുമാർ, പേരറിവാളനൊക്കെ ശരിക്കും പറഞ്ഞ നല്ല ജനങ്ങളെ ത്രസിപ്പിച്ച നാടകങ്ങളാണ്. മിലിറ്ററി ട്രക്കുകളൊക്കെ സ്റ്റേജിലൂടെ പോകുന്നതും അല്ലേ? അതെ അതെ. വളരെ സാങ്കേതികത. പണ്ട് 1-2 സീൻ കൊണ്ടൊക്കെ തീർത്തോണ്ടിരുന്നത് ഇപ്പം 30 സീനുകൾ കൂടി. അതെ. അത് വെച്ചാൽ സിനിമയ്ക്ക് സീൻ മാറുന്ന പോലെ തന്നെ നാടകത്തിന് സീൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേമാതിരി തന്നെ 2 മണിക്കൂർ 2.5 മണിക്കൂറോളം നാടകം ഒരേ ഇരിപ്പിലിരുന്നിട്ട് നാടകം കാണുവാണ്, ഇടവേള പോലും ഇല്ലാതെ. അപ്പം അങ്ങനെ കാണാനുള്ളൊരു അവസരം ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ കുറേ കഴിവുകൾ തന്നെയാണ്, അവരുടെ പുതിയ രീതികളാണ് എത്തിയത്. മറ്റേ ആ ലാഗിങ് അങ്ങ് മാറി എന്നുള്ളത്. ഇപ്പം ചെയ്യുന്ന നാടകം ഇപ്പോൾ സീസൺ കഴിഞ്ഞു. ഓമനത്തിങ്കൾ എന്ന് പറഞ്ഞ നാടകമാണ്. നമ്മൾ നാടകക്കാർ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഓമനത്തിങ്കൾ നാടകം. സംവിധാനം ബക്കഷക്കീർ. കുഴപ്പമില്ലായിരുന്നു, നല്ല ആവറേജ് നാടകം, നല്ല അഭിപ്രായത്തിൽ പോയി. നമ്പേഴ്സൊന്നും അതില്ലെങ്കിൽ പോലും കളിച്ച സ്റ്റേജുകളെല്ലാം നല്ല വൃത്തിയായിട്ട് നാടകം അവതരിപ്പിക്കാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞു, പ്രോഗ്രാം കഴിഞ്ഞു. ഇപ്പോൾ
മിക്കവാറും സീസൺ അവസാനിച്ചു ഇപ്പം. ഈ 40 വർഷം കൊണ്ട് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കടന്നുപോയി. അതെ അതെ. ഏത് കഥാപാത്രമാണ് ഇനി ചെയ്യണമെന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എല്ലാവരും ചോദിക്കുന്ന ക്ലീശ ചോദ്യമാണ്. അല്ല, ഉണ്ട്, ചെയ്യണമെന്നും ആ കളിക്കണമെന്നും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു നാടകമാണ് KPCCയിൽ അഭിനയിച്ചപ്പോൾ ഐഷ കഥ എടുത്തിട്ട് സഹനപർവം എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ, ഐഷ കഥ. അപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും അറിയാം ഐഷ ആരാണെന്നും. അതിനകത്ത് അന്ത്രമാനെ ആരും മറക്കില്ല അല്ലേ? പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും ഒട്ടുമിക്ക സാംബശിവൻ്റെ കഥാപാത്രം കേട്ടിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും അന്ത്രമാൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ മറക്കില്ല. അപ്പോൾ KPSCയിൽ ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണ് ആ കഥാപാത്രത്തെ ചെയ്യാൻ പറ്റിയത്. അന്ത്രമാൻ, ആ അന്ത്രമാൻ എന്നുള്ള കഥാപാത്രത്തെ പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അന്നൊക്കെ ഒരു അവാർഡൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ, പക്ഷേ എങ്കിലും അന്ന് പിന്നെ അത് എന്തോ സാഹചര്യത്തിൽ ഇത് അവാർഡിന് പോയില്ലായിരുന്നു. ആ കഥാപാത്രം ഇനിയും അവതരിപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കാരണം അത് ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ഉള്ളൊരു കഥാപാത്രമാണ് അത്. ആദ്യം ഭയങ്കര വില്ലത്തൊരു ഇതൊക്കെ ആയിട്ട് വന്നിട്ട് അവസാനം വെറും പാഴുപോലെ ആകുന്ന അങ്ങനെ ഒരു ട്വിസ്റ്റിംഗ് ഉള്ള നല്ലൊരു കഥാപാത്രമാണ്. അപ്പോൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അയാളുടെ എന്തൊക്കെ പെർഫോമൻസ് ഉണ്ട് അതെല്ലാം കാഴ്ചവെക്കാൻ പറ്റുന്നൊരു കഥാപാത്രം. അങ്ങനെ കിട്ടണം കഥാപാത്രം. ചേഞ്ച് ഓവറുള്ള നമുക്ക് ഒരു തമാശ ക്വസ്റ്റ്യനാണ്. 40 വർഷം കളിച്ചില്ലേ നാടകം, ഇനി ഒരു അല്പം ഒന്ന് മാറ്റി വെച്ചിട്ട് സിനിമയിലേക്ക് സജീവമായിട്ടൊന്ന് ഫോക്കസ് ചെയ്തൂടെ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ശ്രമം വിഫലമായില്ലെന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ ഒരു പുതിയ പടം ചെയ്തു, ബേസിൽ ജോസഫ് നായകനാകുന്ന. അതിൻ്റെ പേര് പുറത്തിട്ടായിട്ടില്ല. അപ്പോൾ ആ നല്ല ക്യാരക്ടറാണ്. ഒരു 3 സീന് ഓപ്പണിംഗ് ക്യാരക്ടറാണ്. 3 സീനേ ഉള്ളൂ, പക്ഷെ അത് നല്ല സീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഡയലോഗ്സ് ഒക്കെ ഉള്ള നല്ലൊരു സീനാണ്. അപ്പോൾ അവർ ഡയറക്ടർ പറയുന്നത് ഇത് ഈ പടവും ക്ലിക്കാവും, ഇത് ക്ലിക്കായി കഴിയുമ്പോൾ 10 പേര് ശ്രദ്ധിക്കും എന്നാണ് അവര് പറഞ്ഞത്. ഇപ്പൊ ഞാനിപ്പോ അതിന്റെ ഡബിങ് കഴിഞ്ഞിട്ടാണ്, നമുക്ക് സിനിമയുടെ ഡബിങ് കഴിഞ്ഞിട്ടാണ് അതും യാദൃച്ഛികമാണെന്ന് പറയാം. എന്തായാലും വലിയ ഒരു മാറ്റം ശശാങ്കണന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നുണ്ട്. കാരണം മാറിയേണ്ടിയിരിക്കുന്നു. കാരണം ഞാനൊരു 20-25 വർഷം മുമ്പ് സ്റ്റേജിൽ അത്ഭുതത്തോടു കൂടി കണ്ട ഒരു നടനെ ഇപ്പോഴും അതേ രൂപം തന്നെയാണ് മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ വിഷമമുണ്ട്. അത് അല്ല, ഈ പറയുമല്ലോ എല്ലാത്തിനും സമയമുണ്ട് ദാസാന്ന് പണ്ട് മോഹൻലാൽ സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് സിനിമയിൽ മിക്കവാറും എല്ലാവരും പറയുന്നൊരു കാര്യം അത് തന്നെയാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അതൊരു സമയം നമ്മളെ വിളിക്കുന്നൊരു ദിവസം വരും, ഒരു സമയമുണ്ട് നമുക്ക്. പറയാറുണ്ട് ഈ സമയമുണ്ടെന്ന് പറഞ്ഞ് വെറുതെ വീട്ടിൽ നിന്നൊരു കാര്യമില്ല. ശ്രമിക്കണം. ശ്രമഫലം തന്നെയാണ് ഇപ്പൊ ഈ പടം കിട്ടാൻ കാരണം. ഞാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ വെറുതെ അല്ല. ഓഡീഷന് പോയി ഞാൻ നടനാന്നും പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് സംസ്ഥാന അവാർഡ് ജേതാവാണെന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഏതെങ്കിലും നടന്മാരോ ഇനി സിനിമാ ഫീൽഡിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാരുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നവരാണെങ്കിലും തുടക്കക്കാരാണെങ്കിലും ഇപ്പോൾ ഉള്ള നിലനിൽക്കുന്നവരാണെങ്കിലും ഒരൊറ്റ അഭ്യർത്ഥന നിങ്ങളോടേ ഉള്ളൂ. നമ്മൾ വീട്ടിലോട്ട് വരും അല്ലെങ്കിൽ നമ്മളെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് ആരും ഇരിക്കരുത്. ശ്രമിക്കണം. നല്ലപോലെ ശ്രമിച്ചെങ്കിലേ ഇതിൻ്റെ പുറകെ നല്ലപോലെ ഓടിയെങ്കിലേ നമുക്ക് കിട്ടൂ. ഓടിയാൽ കിട്ടുകയും ചെയ്യും, അത് ഉറപ്പാണ്, 100%. എന്തായാലും ശശാങ്കൻ ചേട്ടൻ പറഞ്ഞതുപോലെ 40 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു 40 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു നല്ല വേഷത്തിലേക്ക്. അല്ല, ഇതിനു മുമ്പ് ഞാൻ 1-2 സിനിമ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് ഗുണം ചെയ്തില്ലെന്നേ ഉള്ളൂ. ഞാൻ നായകന്റെ ഒരു അച്ഛൻ ക്യാരക്ടർ നിമിഷം എന്ന് പറഞ്ഞ പടത്തിൽ അത് നല്ലൊരു ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തായിരുന്നു. പക്ഷെ ക്യാരക്ടർ നന്നായി, പക്ഷെ പടം 3 ദിവസം അത് തിയേറ്ററിൽ കണ്ടുള്ളൂ. അത് ഓടിയില്ല, അതങ്ങ് ഇതായിപ്പോയി, ശ്രദ്ധിക്കാതെ. പിന്നെ ഔട്ട്സൈഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പടം, ശ്രീനിവാസൻ്റെ ഒരു ഔട്ട്സൈഡർ എന്ന് പറഞ്ഞ പടം, അതിനകത്ത് ഒരു സീൻ ഞാൻ അഭിനയിച്ചായിരുന്നു. അതുപോലെ ആദ്യമായിട്ട് സ്ക്രീനിൽ വന്നത് തലസ്ഥാൻ എന്ന് പറഞ്ഞ പടത്തിലാണ്. അതിനകത്ത് ഇതുപോലെ തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ചിട്ട് അതുപോലെ ജനാർദ്ദനൻ സാറ് ഇറങ്ങി വരുമ്പോൾ സല്യൂട്ട് അടിച്ച് നിൽക്കുന്ന ഒരു SIയുടെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അന്ന് തുടർന്ന് നമ്മൾ നിൽക്കുകയായിരുന്നെങ്കിൽ ചിലപ്പം ആർട്ടിസ്റ്റായി പോയേനെ. 10 ദിവസം ഷൂട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അന്ന് തിരുവനന്തപുരം അശ്വതി തിയേറ്റേഴ്സിൻ്റെ അക്ഷരാർത്ഥം എന്ന് പറയുന്ന നാടകം ചെറുന്നൂർ നമശിവായം അറിയോ, അദ്ദേഹമൊക്കെ കളിച്ച് നല്ല ക്ലിക്കായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. അന്ന് നാടകത്തിൻ്റെ ഒരു വസന്തകാലമായിരുന്നു അന്ന്.
അപ്പോൾ ആ സമയത്ത് അതിനകത്ത് മെയിൻ വില്ലൻ വേഷം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സാറിനോട് കുമ്പിട്ട് അങ്ങോട്ട് പറഞ്ഞു, സാർ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്, വരാൻ പറ്റില്ല, ഇതാണ് ഈ അവസ്ഥ, അല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു. 10 ദിവസം ഷൂട്ട്. ഈ 10 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെങ്കിലും അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞതാണ് സംഭവം, സമയമായില്ല. അത് മാത്രമല്ല, നാടകം നമുക്ക് ഈ എഗ്രിമെന്റ് ആയി കഴിഞ്ഞാൽ കളയാൻ പറ്റില്ല. അന്നാണ് ആ നാടകം ഞങ്ങൾ ടോട്ടലി 250 നാടകത്തോളം കളിച്ചതാണ്. 250 സ്റ്റേജുകളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ശശാങ്കൻ ചേട്ടൻ ഇനി മലയാള സിനിമയുടെ ഒരു അഭിവാജ്യ ഘടകമായി മാറും. കാരണം ചേട്ടൻ്റെയൊക്കെ ഏജിലുള്ള കഥാപാത്രങ്ങൾ വളരെ കുറവാണിപ്പം. നല്ല നല്ല ആർട്ടിസ്റ്റുകളൊക്കെ നമ്മളെ വിട്ട് പോയി. ഇപ്പം ഒരുപാട് സ്പേസ് കിടപ്പുണ്ട്, അവിടെ എത്തിപ്പെടുക. എനിക്ക് തോന്നുന്നു ബേസിലിൻ്റെ ഈ പടത്തിൽ ആ കഥാപാത്രം ഒരു പക്ഷേ അവിടെയൊക്കെ പ്ലേസ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അവൻ ഈ അഭിപ്രായം ഇത് മലനാട് ടി.വിയുടെ MD, എൻ്റെ സഹോദര തുല്യ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അത് സഫലീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. ഞാൻ ഈ ചേട്ടൻ്റെ കൂടെ നാടകത്തിലൊക്കെ അഭിനയിച്ചു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ചേട്ടൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന നാടകത്തിൽ എന്നെ കാസ്റ്റ് ചെയ്തിരുന്നു നായകനായിട്ട് ആ തുടക്ക സമയത്ത്, അല്ലേ? അതെ. അപ്പൊ അതിനുശേഷം ഒരു നീണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇവിടെ എത്തി നിൽക്കുമ്പം ചേട്ടൻ എന്താ തോന്നും? മലനാടിൻ്റെ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട് ജയേഷിൻ്റെ വളർച്ചയിൽ തന്നെ. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകിലുള്ള ആ ഒരു എന്താ പറയുക, പേഷ്യൻസ്, കഷ്ടപ്പാടുകൾ, അതിലൊരു അംബിഷനാണ് അല്ലേ? തീർച്ചയായിട്ടും പാഷനായിരുന്നു അല്ലേ? അതല്ലേ ഇതിലേക്ക് കൊണ്ട് എത്തിച്ചേർന്നാല് ആ നമ്മളാ അവിടുന്ന് പത്തനാപുരത്ത് നിന്ന് ചെറിയ ലെവലിൽ ക്യാമറ പിടിച്ച് അങ്ങനെ തുടങ്ങി ഈ ഒരു അവസ്ഥയിലെത്തി. ക്യാമറ ചെയ്തു. അതെ, അത് ഭയങ്കര അഭിമാനമുണ്ട് സത്യം പറഞ്ഞാല്. 2010 കിട്ടി. അതല്ലേ ക്യാമറമാനുണ്ടല്ലേ. പിന്നെ മുകേഷ് ഏട്ടൻ്റെ ഒരു സീരിയൽ മുകേഷ് കഥകൾ കുറെ എപ്പിസോഡ് ഡയറക്റ്റ് ചെയ്തല്ലോ. അപ്പൊ ഇനിയിപ്പോ സിനിമ ചെയ്യുന്നുണ്ട് അല്ലേ? ചെയ്യണം. അതാണ് നമ്മളിപ്പം കുറെ കാലം കൊണ്ട് ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഈ എന്തുകൊണ്ട് ഈ ശശാങ്കൻ ചേട്ടനൊക്കെ ഈ സമയത്ത് വിളിച്ചത് ഞാൻ കാരണം നമ്മൾ സജീവമായി നിന്നിരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നില്ലേ, സീരിയലും അതൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് ഇപ്പം വിളിച്ചപ്പം എനിക്കിങ്ങനെ തോന്നി, നമ്മുടെ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ കാന്തല്ലൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് നമ്മുടെ ലൈവ് ഉണ്ടായിരുന്നു മലനാട് ടി.വിയുടെ. കാന്തല്ലൂർ എന്ന് പറഞ്ഞ പോയിട്ടുണ്ടാവില്ലേ നാടകം കളിക്കാനായിട്ട്? ഇല്ലേ, മൂന്നാർ കഴിഞ്ഞിട്ട് കാന്തല്ലൂർ, മറയൂര്, കാന്തല്ലൂരൊക്കെ പോയി. അപ്പം നമ്മൾ കാന്തല്ലൂർ ഇവിടെ അല്ല, തമിഴ്നാടിന്റെ ഭാഗമാണെന്നൊക്കെ എഴുതിയിരുന്നു. അവിടെ ചെന്നപ്പം മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഒരു സ്ഥലം. ഇന്നും യാതൊരു തരത്തിലുള്ള വർഗീയ വിത്തുകളൊന്നും കടന്നു വരാത്ത നിഷ്കളങ്കരായിട്ടുള്ള എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. മനോഹരമായ സമതല പ്രദേശം, പൂക്കളും പുഷ്പങ്ങളും. നമുക്കൊന്ന് വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ട് ചിത്രീകരിക്കുന്ന പാട്ടുകളൊക്കെ അവിടെ ചിത്രീകരിക്കുക. അതേപോലെ മനോഹരമായ എങ്ങോട്ട് തിരിച്ചു വെച്ചാലും ഗംഭീര പ്രകൃതി ദൃശ്യമുള്ള കാന്തല്ലൂർ. അപ്പോൾ അവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്ന ആ ഫെസ്റ്റ് കൊണ്ട് എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ അവർക്ക് നാഷണൽ ലെവലിലുള്ള ദേശീയ ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ പുരസ്കാരവും അവർക്ക് കിട്ടി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പറയാനുണ്ട്. നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ വർത്തമാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കാൻ ഒരു പ്രണയകഥ, കോമഡി, സസ്പെൻസ്, ത്രില്ലർ കഥ വൺലൈനായി അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൂടെ അത് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ബേസിലിൻ്റെ സിനിമ നമ്മുടെ സിനിമയ്ക്ക് മുമ്പ് ചേട്ടൻ്റെ പ്ലേസ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് കാരണം നല്ലൊരു ടീമാണല്ലോ, അവരുടെ ആ ഒരു സിനിമയിൽ ചേട്ടന് അത്രയും നല്ലൊരു വേഷം കിട്ടിയതിൽ സന്തോഷം. അതിനുശേഷം ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ഇനി ഒരുപാട് ഇന്റർവ്യൂവിൽ ഇരിക്കേണ്ടതാണ്. പടം വിജയിച്ചു കഴിഞ്ഞാൽ ചേട്ടനെ തേടി ആളുകൾ വരണം, അടുത്ത സിനിമ വരണം. തീർച്ചയായിട്ടും. എന്തായാലും പിന്നെ ഒരു സന്തോഷ വാർത്ത ഞാൻ മലനാട് ടി.വി കൂടെ ഞാൻ അറിയിച്ചോട്ടെ. തീർച്ചയായിട്ടും അനുഭവത്തോടെ ഞങ്ങള് ഓച്ചിറയിൽ നിന്ന് ഒരു സിനിമാ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു അനൗൺസ് ചെയ്യും. അത് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അങ്ങനെ ഒരു ഞങ്ങൾ സംഘടിപ്പിക്കുക. അപ്പോൾ ഓച്ചിറയിൽ തന്നെ ഒരു വിധം നല്ല കലാകാരന്മാർ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ ഇവരെയൊന്നും പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരുമില്ല അവിടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ആക്കുമെന്നൊന്നും പ്രതീക്ഷയില്ല. എങ്കിലും ഒരു ശ്രമം
വലിയ ശ്രമമാണ്. എൻ്റെ ഒരു ചെറിയൊരു ശ്രമമാണ്. അപ്പോൾ ആ ശ്രമത്തിന് വേണ്ടിയിട്ട് ഈ കലാരംഗത്ത് മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ചേരുക, പങ്കെടുക്കുക, നമുക്ക് എല്ലാവർക്കും ഒത്ത് മുന്നോട്ട് പോകണം. അതിന് ഉള്ള ഐഡിയയൊക്കെ കൊണ്ടുവരിക. നേരെ സൂചിപ്പിച്ച നാടകോത്സവം നമുക്ക് ചെയ്യാം. അതുപോലെ ഇപ്പം നമുക്ക് ഉടൻ തന്നെ അക്കാഡമിയിൽ ബന്ധപ്പെട്ടിട്ട് നാടകോത്സവം ലൈവ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് നോക്കാം. കാരണം നമ്മൾ ഒട്ടനവധി പ്രോഗ്രാംസ് ലൈവ് ചെയ്യാറുണ്ട്. ക്ഷേത്രോത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും ഒക്കെ ലൈവ് ചെയ്ത് ചാനൽ എന്തുകൊണ്ട് 10 ദിവസം നീണ്ട ഇതിൽ നാടകോത്സവം ലൈവ് ചെയ്തോളൂ? തീർച്ചയായിട്ടും അത് കാണാനും ഒത്തിരി ആൾക്കാർ കാണും. ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇവിടെയും ഉണ്ട്, വിദേശങ്ങളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു സാധ്യതയില്ലാത്ത ഒരുപാട് ആൾക്കാർ വിദേശങ്ങളിലുണ്ട്. എന്തായാലും മലയാള നാടകത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടാകണം. ഇനിയും നാടകരംഗത്തേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരണം. അവർ പിന്നീട് സിനിമാ രംഗത്തൊക്കെ പ്ലേസ് ആയിക്കോട്ടെ അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും നാടകത്തിലൂടെ വന്നിട്ട്. എന്നാലും ശശാങ്കൻ എന്ന് പറയുന്നത്, തൃശ്ശൂർ ശശാങ്കൻ എന്ന് പറഞ്ഞ ഒരു വലിയ നടൻ ഇവിടെ എത്താൻ കാരണം കഴിമ്പ്രം വിജയനാണ്. അദ്ദേഹത്തിന്റെ നാടകത്തിലെ അതെ അതെ പകരക്കാരനായിട്ടാണ്. ഒരിക്കലും വരില്ലായിരുന്നു മോഹൻ അല്ല, ഞാൻ അമച്ചർ നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ നമുക്ക് പ്രതീക്ഷയില്ല ഒരു പ്രൊഫഷണലിലേക്ക് വരുമെന്നുള്ളത്. പെട്ടെന്നൊരു പ്രൊഫഷണലിലേക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ഇന്ന് വന്ന് നാളെ കയറണമെന്ന് പറയുക. അതും നോർത്ത് ഇന്ത്യയിൽ പോയി നാടകം കളിക്കാൻ വേണ്ടിയിട്ട്. നോർത്ത് ഇന്ത്യക്ക് അവർ ട്രിപ്പ് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചേക്കുക. 3 മാസത്ത് കൊണ്ട് 85 നാടകം, 3 മാസം കൊണ്ട് 80 നാടകം. വലിയൊരു ചാർട്ടാണ്, ടൈറ്റ് ചാർട്ടാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് പോകാൻ പറ്റില്ലെന്ന് പറയുന്നത്. അതിനകത്ത് കോമഡി വിത്ത് സീരിയസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ മോഹൻ ബോൾത്ത് എന്ന് പറഞ്ഞ ആള്. അപ്പം പെട്ടെന്നാണ് ഞാൻ ഈ അമച്ചർ ചെയ്തിരുന്ന കൂട്ടത്തിലൊരു പീതാംബരൻ, കൊടുങ്ങല്ലൂരുള്ളൊരു പീതാംബരൻ എന്നിട്ട് അവൻ പറഞ്ഞ് ഇങ്ങനെ ഒരു ശശാങ്കനുണ്ട്, പുള്ളിക്കാരനെ വിളിച്ച് കഴിഞ്ഞിട്ട് പുള്ളി ചെയ്തോളും, നമ്മളങ്ങ് പഠിപ്പിച്ചു കൊടുത്താൽ മതി. അങ്ങനെ പഠിക്കലൊക്കെ അങ്ങ് പോകുമ്പോഴേക്കൊക്കെ വണ്ടിക്കകത്ത് യാത്രയിൽ പഠിക്കുക. ബസ്സിൽ തന്നെയാണോ പോയത് അതോ ട്രെയിനോ? അല്ല, അന്ന് ഇതാണ് നമ്മുടെ മെറ്റഡോറിന്റെ ലെങ്ത്തുള്ള ടെമ്പോ ഉണ്ടല്ലോ, അതിലാ പോയത്. എന്തൊരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അതെ, ഇന്നൊക്കെ ഇപ്പൊ അതിനുശേഷം ഞാൻ 2 ട്രിപ്പ് പോയി. അങ്ങനെ ടെമ്പോയിൽ തന്നെ 2 ട്രിപ്പ് പോയി തിരുവനന്തപുരം ടീമായിട്ട്. ഇപ്പൊ ഞങ്ങൾ ഈ അവാർഡ് കിട്ടിയ ആരാധനയുടെ നാടകം പോകുന്നത് വലിയ ബസ്സിലാണ് പോകുന്നത്. അത് AC പോകുന്നത്. അപ്പൊ അതാണ്ട് വ്യത്യാസമുണ്ട്. പക്ഷെ അന്നൊക്കെ അനുഭവിച്ചത് ഭയങ്കര ത്യാഗം തന്നെയാണത്. ആ ടെമ്പോ, മെറ്റോറിന്റെ ടെമ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ഒരു സിംഗിൾ സീറ്റിനകത്ത് 4 പേര് അന്ന്. അതുമല്ല, ഇന്ന് 12 പേരേ ഉള്ളൂ ഉണ്ട്. ഇന്ന് സമിതിയിൽ 12 പേരേ ഉള്ളൂ. അന്ന് 16ഓളം പേരുണ്ട്. 18 പേര്. അന്ന് കാരണം 3 ലേഡി, 6 നടന്മാർ. അപ്പോൾ 6, 3, 9 തന്നെ. പിന്നെ ടെക്നീഷ്യൻസ്, ഡ്രൈവർ, മുതലാളി എല്ലാം കൂടെ 16നും മേളിൽ ആളുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞ ഒരു ത്രില്ലും കൂടെ ആയിരുന്നു. അയ്യോ, ത്രില്ലാണോ? ഇന്ത്യ കാണാൻ വേറെ ആരുണ്ട്? ഇന്ത്യ മൊത്തം കാണൂല്ലേ? അത് വലിയൊരു ഭാഗ്യല്ലേ നാടകം. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞു തന്നത് അത്തരം നോർത്ത് ഇന്ത്യൻ ടൂറിൽ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാടകം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സമ്മാനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വരും ഇഷ്ടംപോലെ. അവിടെ ആ ഒരു സംസ്കാരം ഇവിടെ ഇപ്പൊ ഞാനിപ്പോ ഈ അവാർഡ് കിട്ടിയും കൂടെ നാടകമല്ലേ ഞങ്ങൾ പോയത്. അത് കാരണം എവിടെ ചെന്നാലും ഈ മൊമന്റോസും പൊന്നാടയും അങ്ങനെ ഭയങ്കര ആൾക്കാർക്കൊക്കെ നാടക നടീനടന്മാർക്ക് തിരിച്ചു വന്നപ്പോ ഇത് കൊണ്ടുവരാൻ വണ്ടികളെ മണ്ട വെച്ച് കെട്ടിക്കൊണ്ട് വരണം. വലിയ കവറാക്കി അതിനകത്തോട്ട് ഇട്ടിട്ടാ വീട്ടിൽ വീട്ടിൽ തന്നെ ഒരു പാടുണ്ട്, വെക്കാൻ സ്ഥലമൊന്നുമില്ല ഇപ്പൊ. എന്തായാലും ശശാങ്കൻ ചേട്ടന്റെ ഈ ഒരു അഭിമുഖം എനിക്ക് തോന്നുന്നു മലനാട് ടിവിയുടെ നാടക മേഖലയ്ക്കുള്ള ഒരു ഉണർവാണ്. നമ്മളെന്തായാലും ഇതിങ്ങനെ ആലോചിച്ചിരുന്നു, നാടകോത്സവം, ഒരു ഓപ്പൺ ഫോറം, അതുകൂടാതെ എല്ലാ മലയാളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന കലാകാരന്മാരെ ഒന്ന് ക്ഷണിച്ച് ആദരിക്കുക, അത് കൂടാതെ അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക, അവരുടെ ആവലാതികൾ മനസ്സിലാക്കുക, അന്നേരം തന്നെ നിവേദനങ്ങൾ വേണ്ടത്ര പരിഗണിക്കുന്നുണ്ട് പിന്നെ ഏജൻസികൾക്ക് നൽകുക. ഒപ്പം ഈ പറഞ്ഞതുപോലെ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ട് ഇറങ്ങുമ്പം ആ സമർത്ഥരും പ്രഗത്ഭരുമായ കലാകാരന്മാർക്ക് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് തിരികെ പോകാനുള്ളൊരു അവസരം ഒരുക്കുക. ഇതൊക്കെ മലനാടിയുടെ സ്വപ്നമാണ്. ഇവിടെ സ്വപ്നം ഫലിക്കട്ടെ. തീർച്ചയായിട്ടും. എന്തായാലും വളരെ സന്തോഷം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ തീർച്ചയായിട്ടും. എന്നെ പോലുള്ള ഒരുപാട് ഇതുപോലെ ഉള്ള കലാകാരന്മാരുണ്ട്, അവരെ കൂടെ ക്ഷണിക്കണം. ക്ഷണിച്ചിട്ട് അവരുടെ കൂടെ അഭിപ്രായങ്ങളൊക്കെ എടുക്കണം. മലനാട് ടിവിയുടെ ഒരു വലിയ സ്വപ്നത്തിൽ മറ്റൊന്ന് മലയാള നാടകവേദിയുടെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ അരങ്ങുവാണിയറയും മോഹൻലാല് അരങ്ങുവാണിയറയെ കുറിച്ച് പറയുന്ന ശബ്ദം തന്നെ വളരെ പിന്നെ പ്രശംസനീയമാണ്. കാരണം അദ്ദേഹം നാടക നടനായിട്ട് അരങ്ങുവാണ 2-3 പ്ലേ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നാടകത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഓരോന്നും വളരെയധികം സ്ട്രൈക്കിംഗ് ആണ്. അപ്പം അന്ന് ഞങ്ങൾ വിചാരിച്ചത് അരങ്ങുവാണിയറെ അവതരിപ്പിച്ച ഞാനാണ്. അപ്പോൾ അതിന് പകരം എല്ലാ ആഴ്ചയിലും ഒരു ലേഡിയെയും ഒരു പുരുഷനെയും കൊണ്ട് അവതരിപ്പിക്കാം നാടകരംഗത്തുള്ള കലാകാരന്മാരെ.
അവർക്ക് ട്രെയിനിങ് കൊടുക്കുക വാർത്ത വായിക്കാൻ, ടെലിപ്രോംപ്റ്റർ ഉപയോഗിക്കാൻ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ചെറിയൊരു തുക ആണെങ്കിൽ കൂടി അവർക്കൊരു സന്തോഷമല്ലേ, ഒരു മണിക്കൂർ വന്നിട്ട് ഒരു നാടകകലാകാരി നാടകരംഗത്തെ കുറിച്ച് വാർത്ത വായിക്കുക. നാടകകലാകാരി ഒരു പ്രോജക്റ്റോടെ ഞങ്ങൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ, നാടക വാർത്തകൾ. അത് നാടകകലാകാരന്മാർ തന്നെ മാറി മാറി വരുന്നവർ അവതരിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതേമാതിരി മേക്കപ്പ് റൂം അങ്ങനെ ഒരു പ്രോഗ്രാം വരണം. കാരണം അരങ്ങ് മാത്രമല്ലേ ആളുകൾ അണിയറ കാണുന്നില്ല. അണിയറ ഒരു രസകരമായ അനുഭവങ്ങളാണ് അണിയറ. കാരണം സ്റ്റേജിൽ നിന്ന് രാജാവും മന്ത്രിയും തോഴിയും രാജ്ഞിയും ഒക്കെ ഇറങ്ങി വരുന്നത് സ്റ്റേജിന്റെ പുറകിലുള്ള ആ അവസ്ഥയിലേക്കാണ് വരുന്നത്. അതൊന്നും ജനങ്ങളൊന്നും അറിയേണ്ട ഒരു കാര്യമാണത്. ശരിയാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. അരങ്ങിലും അണിയറയിലും നടക്കുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ അവരുടെ നേരത്തെ സൂചിപ്പിച്ചതിന്റെ മക്കൾക്ക് അതേ പേര് ഇത് യോജിക്കും, അരങ്ങും അണിയറയും. അത് നല്ല പേര് തന്നെയാണ്, അങ്ങനെ തന്നെ ഇട്ടാലും. അത് അല്ല ഞാൻ പറഞ്ഞത്, ചേട്ടന്റെ മകളെ വീണ്ടും നാടകരംഗത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയായിരുന്നു. മകൾ അഭിനയിക്കില്ലല്ലോ, മകള് സിനിമ മാത്രം, നാടകമില്ല. എന്തുകൊണ്ടാണ് ഒരു നാടക കലാകാരൻ സ്വന്തം മക്കളെ വീണ്ടും രംഗത്തേക്ക് വിടാൻ? അത് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അവൾ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ അവള് ഇപ്പൊ നാടകത്തിന് വേണ്ടി ശബ്ദം കൊടുത്തിട്ടുണ്ട്, സ്റ്റുഡിയോയിൽ ഡബ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നാടക ആർട്ടിസ്റ്റ് അതിലിപ്പോൾ ഇതായിട്ടല്ല, എനിക്കങ്ങനെ വേർതിരിവുണ്ടായിട്ടല്ല. ഇപ്പം എൻ്റെ ഭാര്യ എൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നല്ലേ. മോൾക്ക് ഇപ്പം അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ബ്രേക്ക് ഇടില്ല ഒരിക്കലും. നാടകം അങ്ങനെ ഒരു വേർതിർത്തിയാണ്. എന്തായാലും അച്ഛൻ്റെ ബാധ്യത പിന്തുടർന്ന് മകൾ സിനിമയിലും സീരിയലിലൊക്കെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അവൾ നന്നായിട്ട് വേഷം ചെയ്യും. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശകടൻ്റെ കുഞ്ഞല്ലേ. അപ്പോൾ അത് എന്തായാലും വളരെ സന്തോഷം. 10-20 വർഷത്തിന് ശേഷം ഒരു 4 പതിറ്റാണ്ടിനിടയിൽ 20 പതിറ്റാണ്ടിന് മുമ്പ് ഞാനൊന്ന് പരിചയപ്പെടാൻ പറ്റിയത് എൻ്റെ ഒരു സന്തോഷം. അന്ന് ഞാൻ നിങ്ങളുടെ ആ പ്രാഗൽഭ്യം, നാടകരംഗത്തെ അരങ്ങുവാണ കലാകാരന്മാർ ആയിരുന്നു അന്ന്. എനിക്കങ്ങനെ ഭാഗ്യം കിട്ടിയില്ലേ. അപ്പോൾ എന്തായാലും ഒരു 4 പതിറ്റാണ്ട് കാലത്തെ നാടക വിശേഷങ്ങൾ ഒരു ചെറിയ സമയത്തുള്ളിൽ എല്ലാം പറയാൻ പറ്റില്ല. അന്ന് കുറച്ച് ഓർത്തെടുത്തു അല്ലേ, ഏറെക്കുറെ പറഞ്ഞു. പിന്നെ ശശാങ്കൻ ചേട്ടൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ട് നാടക കലാകാരന്മാരുടെ ജീവിതത്തിലൂടെ ഒക്കെ കയറി സംഗീത നാടക അക്കാദമിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം വരട്ടെ എന്ന് ആശംസിക്കാം. എന്തായാലും തൃശ്ശൂർ ശശാങ്കൻ എന്ന് പറഞ്ഞ കലാകാരൻ്റെ അരങ്ങും അണിയറയിലുമുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു. പുതിയ സിനിമ, ബേസിൽ ജോസഫിൻ്റെ പുതിയ സിനിമയിൽ മികച്ച ഒരു കഥാപാത്രമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പം ഈ മുഖം മറക്കരുത്. അദ്ദേഹത്തിന് വേണ്ടത്ര പ്രോത്സാഹനം കൊടുക്കുക. മുഖങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വിശേഷങ്ങൾ അനുമതിയുള്ള മറ്റൊരു വ്യക്തിമേ വരുന്നവരെ നന്ദി. നമസ്കാരം.